നമസ്കാരം. ശനിയുടെ മാറ്റം 27 നക്ഷത്രങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാര് കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ഉണർവിലേക്കൊക്കെ മാറി. കഴിഞ്ഞ 11 ശനി നിന്നിരുന്ന കാലഘട്ടമാണ്. ചില അശ്വതി നക്ഷത്രക്കാർക്ക് ഒന്നും ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എങ്കിലും ഇനി ഇപ്പം ഈ വരുന്ന മാർച്ച് 29 വരുന്ന 2025 മാർച്ച് 29 വരുന്ന ശനി എന്ന് പറയുന്നത് 7.5 ശനി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ശനി 12ലേക്ക് എന്ന് പറയുമ്പോൾ 7.5 ശനിയാണ്. എങ്കിലും 7.5 ശനി 12ൽ നിൽക്കുന്ന ശനി വിദേശവാസവും വിദേശ യോഗവും ഒക്കെ കൊണ്ടുതരുന്നുണ്ട്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനോ വിദേശത്ത് പോകാനോ ഒക്കെ നോക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നുണ്ട്. അങ്ങനെയുള്ള കാലം തന്നെയാണ്. ചെലവുകളൊക്കെ ഒരുപാട് കൂടുന്നൊരു കാലയളവ് കൂടിയാണ്. വരുമാനം വർദ്ധിക്കാനുള്ള പല പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാന സ്രോതസ്സ് ചെറുതായിട്ടൊക്കെ വരുമെങ്കിലും അത് വർദ്ധിക്കുന്ന കാലയളവാണ്. അലസതയൊക്കെ പല കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരാം. രാവിലെ എഴുന്നേറ്റ് കിടന്നുറങ്ങാതെ പല കാര്യങ്ങൾക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ധാരാളം സ്വസ്ഥതകൾ കുറയുന്ന കാര്യങ്ങൾ മക്കളെ കൊണ്ടാണെങ്കിലും പങ്കാളികളെ കൊണ്ടാണെങ്കിലും ഒക്കെ സ്വസ്ഥത കുറയുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. വിദേശത്ത് പോകാനൊക്കെ സാധിച്ചു എന്ന് വിചാരിച്ച് അവിടെ ചെന്നാൽ ചിലപ്പോൾ പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഉന്നതരമായിട്ടുള്ളവരും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ദോഷം ചെയ്യുന്നതാണ്. പിതാവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ പൊതുവേ ഈ 12ലെ ശനി എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാര് കൂടുതലൊന്ന് ശ്രദ്ധ വയ്ക്കുകയും ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, സ്ഥിരമായിട്ട് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഏതെങ്കിലും സൽജനങ്ങളുമായിട്ടുള്ള സത്സർഗങ്ങളോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ച് അത് പ്രവൃത്തി കൊടുത്താൽ പണം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം പണമിടപാടിലേക്ക് ഇറങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ സാധ്യതകൾ കുറയ്ക്കുന്നതിന് നന്നായിരിക്കും. 2025 മാർച്ച് 29 ശനിയുടെ ഗോചരം മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രത്തിന് ശനി 12ലേക്കാണ് സഞ്ചരിക്കുന്നത്. 12 എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനമാണ്. ശനി അപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. അയ്യോ 7.5 ശനി തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ പേടിച്ച് വിറച്ച് ഓടുന്നൊരു അവസ്ഥയാണ്. എങ്കിലും ഈ പറയുന്ന 7.5 ശനിയിൽ തുടക്കത്തിൽ പല മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ശനിയെ നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന് പലതവട്ട ആവർത്തിച്ച് നമ്മൾ പറയാറുണ്ട്. ശനി എന്ന് പറയുന്നത് ഗുണങ്ങൾ കൊണ്ടുതരാൻ കുറച്ച് താമസിക്കുമെന്നേ ഉള്ളൂ. എങ്കിലും ശനിയെ നമ്മൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ശനിയെ നമ്മൾ കൂടെ നിർത്തി ശനിയെ എങ്ങനെ കൂടെ നിർത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ രീതിയിൽ അതിനെ പ്രാർത്ഥിക്കുകയും വ്രതമെടുക്കുകയൊക്കെ ചെയ്ത് എല്ലാ തരത്തിലും നമ്മൾ ശനിയെ ഉപാസിച്ചു പോന്നാൽ ജീവിതത്തിൻ്റെ യൂഷ്വൽ കാര്യങ്ങളിൽ ശനിയെയും കൂടെ നിർത്തിക്കൊണ്ട് പോന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഗുണങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിലും നമുക്ക് പറയാറുണ്ട് കണ്ണുമ്മ കൊള്ളണത് പിരികത്ത് കൊള്ളുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ശനി ഈ ഭരണി നക്ഷത്രക്കാർക്ക് 12ലേക്കാണ്. അനാവശ്യ ചെലവുകളൊക്കെ പൊതുവെ വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. ചിലവുകളൊക്കെ നിയന്ത്രിക്കുന്നതും കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ധാരാളം വാരി ചെലവഴിക്കുക, അല്ലെങ്കിൽ വരാതിരുന്ന പണം കണ്ടെത്തി കടം വാങ്ങിച്ച് ചിലവുകൾ നടത്തുക, ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് പൊതുവെ നന്നായിരിക്കും. മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് ഒരാൾ പറഞ്ഞു 10,000 ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് പണം മുടക്കി നമ്മൾ ബിസിനസ്സുകൾ സംയുക്ത സംരംഭങ്ങളൊക്കെ കൂട്ടു സംരംഭങ്ങൾ ഒരു 2-3 പേര് കൂടി ചേർന്ന് സംരംഭങ്ങളൊക്കെ ചെയ്യുന്നതോ മറ്റേതെങ്കിലും തരത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ ധനനഷ്ടം ഉണ്ടാക്കുന്നതാണ്. സപ്പോസ് ഇപ്പോൾ ഒരു ചിട്ടി ചേർന്നാൽ പോലും നിങ്ങൾക്ക് ആദ്യം വലിയൊരു തുകയാണ് അടയ്ക്കേണ്ടി വന്നതെങ്കിൽ ആ ചിട്ടിയിൽ നമ്മൾ പണം അടച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വരാം. അപ്പോൾ ആദ്യം അടച്ച പണം അവിടെ ബ്ലോക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ചില മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചില കാര്യങ്ങളിൽ ധനം മുടക്കിയാൽ ധനനഷ്ടം ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ഞാനിപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ ചിന്തിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പണം മുടക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നഷ്ടത്തിലെത്താം. ലാഭം കിട്ടും, ലാഭത്തിലേക്കാവും. ലാഭം ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അറിയാതെ 12ൽ നിൽക്കുന്ന ശനി നഷ്ടത്തിലേക്കാക്കാം. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ കുറച്ച് ഈശ്വരാനുകൂല്യങ്ങളൊക്കെ നേടി അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക.
ധാരാളം പണം വീണ്ടും 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 അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. പുതിയതായിട്ട് എന്തെങ്കിലും പണം മുടക്കി ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം അതൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച് നല്ല സമയം വരുമ്പോൾ മാത്രം നമ്മൾ ആരംഭിക്കാം. അങ്ങനെ നോക്കിയിരുന്നാൽ ജീവിതം മുഴുവനും കഴിഞ്ഞു പോകും. പിന്നെ ഇനി ഒന്നിനും സമയമില്ല എന്ന് വിചാരിച്ചിട്ട് പണം കൊണ്ട് കുറേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുന്നതിനേക്കാളും ഭേദം അതാണല്ലോ. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള പല നഷ്ടങ്ങളും നമുക്ക് ജീവിതത്തിൽ ഈ പറയുന്ന ശനിയിൽ സംഭവിക്കാം. പണം കടം വാങ്ങുകയോ പണം കടം കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊടുത്ത പണം തിരിച്ചു കിട്ടുകയില്ല. പണം വാങ്ങിക്കഴിഞ്ഞാൽ അത് സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാനും സാധിക്കാതെ വരാം. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതൊക്കെ നന്നായിരിക്കും. പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുകയോ ഇന്നറായിട്ട് എന്തെങ്കിലും അതായത് ബുദ്ധിമുട്ട് ആന്തരിക അവയവങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനുമൊക്കെ നമ്മൾ നല്ലൊരു ചികിത്സയൊക്കെ എടുക്കുന്നതുമൊക്കെ പൊതുവെ ഒരു നല്ല വൈദ്യസഹായം തേടുന്നതുമൊക്കെ നന്നായിരിക്കും. വീഴ്ചയോ ഓടിവോ ഒക്കെ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധയോടെ കൂടി പോവുക. കാല് വഴുതി വീഴാതിരിക്കാനൊക്കെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ രാവിലെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ വീഴാൻ പോകുന്നത് പതുക്കെ ഇങ്ങനെ വീണിട്ട് മുന്നോട്ടാഞ്ഞ് തിരിച്ച് പോരാൻ പറ്റും. ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ കയ്യോ കാലോ ഒടിയാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ബലവത്തായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള വ്രതങ്ങളോ ഉപാസനകളൊക്കെ എടുക്കാം. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സാവകാശം വളരെ പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ ഓടിക്കുക. അശ്രദ്ധയായിട്ട് വാഹനമൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിക്കാർക്കൊക്കെ ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ സ്ഥാനഭ്രംശമൊക്കെ ഉണ്ടാകാം. ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് മാറ്റമൊക്കെ സംഭവിക്കാം. പ്രമോഷനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് അത് കുറച്ച് തടസ്സം വരെ. ഇപ്പോൾ പ്രമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, ചിലവർക്ക് ജോലിയിൽ പ്രമോഷൻ ഇപ്പം തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അവർക്ക് പിന്നെയും കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടിയൊക്കെ വരാം. ചിലപ്പോൾ ഈ മാറുന്ന ശനി ചിലപ്പോൾ ഇപ്പോഴേ അത് ബ്ലോക്ക് ചെയ്യും. അപ്പം അതിനെ നമ്മൾ നേരത്തെ നമുക്ക് ഈശ്വരാധീനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നീചഭംഗരാജയോഗമൊക്കെ ഉണ്ട്, ശനി നീചം ചെയ്യുന്ന ആളുകളൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടും, ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് നേരത്തെയൊക്കെ ഈശ്വരാധീനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള ദിവസങ്ങളും കൂടി കാത്തിരിക്കേണ്ട, ഇപ്പോഴേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ്. കുടുംബത്തിൽ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് വല്ല വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് സമയം കുറച്ച് മോശമാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചുരുക്കി പറഞ്ഞാൽ ഇനി നല്ല സമയം ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വരുന്ന സമയങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ ശനി 11-ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു കാര്യങ്ങളും നടക്കാതിരുന്നവരുണ്ട്. ഒരു കാര്യവും നടക്കാതെ വിഷമിച്ച് വൃഥാ സമയം കളഞ്ഞവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇനി 12-ലെ ശനി ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ശനിയല്ല അവിടെ പ്രശ്നക്കാരൻ, നമ്മൾ തന്നെയാണ് പ്രശ്നക്കാരൻ. അപ്പം നമുക്കുള്ള സോഴ്സുകളും സ്രോതസ്സുകളും നമ്മുടെ ആ ഒരു മാറ്റങ്ങളും നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാൾക്ക് തൊഴിലിൽ സ്ഥാനഭ്രംശമോ സ്ഥലനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്ഥാനമാറ്റം കിട്ടുന്നതിന് മേലധികാരികളുടെ പ്രശ്നം കൊണ്ടാണ്, അവർ കൊടുക്കാത്തതാണ്, അതൊരു തടസ്സമാണ്. അതിനെ നമുക്ക് പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മൾ നിരാശ, ഇനി ശനി 11-ൽ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല, ഇനി 12-ൽ പോകുമ്പോൾ എന്ത് കിട്ടാനാ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്കത് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഭരണി നക്ഷത്രക്കാർക്ക് 12-ലെ ശനി എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതുപോലെയൊക്കെ ഒന്ന് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തിയെടുത്ത് പ്രാർത്ഥനകളൊക്കെ സ്ഥിരമാക്കുക. ശനിയാഴ്ച ദിവസം ശാസ്താവിനെയൊക്കെ ഭജിക്കുക, ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടൊന്ന് തൊഴുതു വരിക. തിങ്കളാഴ്ച ദിവസം മഹാദേവനെയൊക്കെ, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ സാധിക്കില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോയിട്ട് ഒരു 10 മിനിറ്റ് ദേവൻ്റെ അടുത്ത്, മഹാദേവൻ്റെയോ ശാസ്താവിൻ്റെയോ അടുത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. മാക്സിമം നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വൈബ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു വൈബിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് വന്ന് വീട്ടിലിരുന്നൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരാഴ്ച നല്ലതായിട്ട് ഓടിക്കോളും. അപ്പോൾ ആ ഒരാഴ്ച അങ്ങനെ പോവാം. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ യൂഷ്വലായിട്ട് ചെയ്തു പോന്നാൽ 2 നേരം 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു നേരമെങ്കിലും ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക. ഇന്ന് അതിന് എല്ലാവർക്കും മടിയാണ്, പ്രാർത്ഥിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ്. എന്നിട്ട് പറയും എനിക്ക് വരുന്നത് മൊത്തം ദുരിതങ്ങളാണ്, മൊത്തം പ്രശ്നങ്ങളാണ്, പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. അപ്പോൾ അത് അനുഭവ യോഗമുള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നല്ലതുപോലെ ശനിയെ നമ്മൾ ഉപാസിച്ച് കൂടെ നിർത്തി സന്തോഷവാന്മാരായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് കാർത്തിക മേടം രാശിയിലും ഇടവൻ രാശിയിലും പെടുന്നുണ്ട്. എങ്കിലും ഈ 2 രാശിയിലും വരുന്നവർക്ക് 12-ലും അതുപോലെ തന്നെ 11-ലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ശനി. തൊഴിൽ രംഗത്ത് പല നഷ്ടങ്ങളുമൊക്കെ ഇവർക്ക് വന്നുപെടാം. പല നഷ്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പണം മുടക്കി ധാരാളം വലിയ ബിസിനസ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ പണം
മുടക്കി ചെയ്യുന്ന കച്ചവടങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് തൽക്കാലം അത് മാറ്റിവെക്കുന്നതൊക്കെ നന്നായിരിക്കും. നേരത്തെ ചെയ്തു പോന്നിരുന്ന കച്ചവടങ്ങളും ബിസിനസ്സും ഒക്കെ ചെറിയ തോതിൽ ലാഭം കിട്ടിത്തുടങ്ങുന്നതാണ്. വാദസംബന്ധമായിട്ടോ ഞരമ്പ് സംബന്ധമായിട്ടോ ഒക്കെ രോഗങ്ങളുള്ളവർ നല്ലതുപോലെയൊക്കെ ചികിത്സിക്കാം. ചിലവർക്ക് പുതിയതായിട്ട് വാതരോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാം. കാലിന് കീഴോട്ട് മുട്ടുകാലിനോ കണങ്കാലിനോ ഒക്കെ വ്രണസംബന്ധമായ രോഗങ്ങളൊക്കെ പിടിപെടാനൊക്കെ സാധ്യതകളുണ്ട്. ഈ വാതരോഗം പിടിപെട്ട ചിലവർക്ക് ഞരമ്പുകളൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നന്നായിരിക്കും. സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരായിട്ടൊക്കെ വാക്കുകൾ പറയുകയും വർത്തമാനം പറയുന്ന സമയത്തും സംസാര സമയത്തും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള വാക്ക് തർക്കങ്ങളിൽ സുഹൃത്തുക്കളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും ഒക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു നല്ല ഒരു വിനയം വരുത്തുന്നതൊക്കെ നമുക്ക് പൊതുവെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. ധാരാളം യാത്രാ ചെലവുകളും അലച്ചിലുകളും ഒക്കെ വന്നുപെടാം. ഗുരുജനങ്ങളെ പിതാവ് ഇവർക്കുമൊക്കെ രോഗങ്ങൾ പിടിപെടുന്നൊരു കാലഘട്ടം. ഗുരുജനം എന്ന് പറയുമ്പോൾ മുതമുത്തച്ഛന്മാരോ അച്ഛനപ്പൂപ്പന്മാർക്കൊക്കെ ഗുരുജനങ്ങളായിട്ടുള്ളവർക്കൊക്കെ രോഗങ്ങളൊക്കെ പിടിപെടാം. പിതാവിനൊക്കെ അസുഖങ്ങൾ വന്നു ചേരാം. ബാങ്ക് ലോണുകളൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. നേരത്തെ എടുത്തിട്ടുള്ള ബാങ്ക് ലോണുകളൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ചിലപ്പോൾ അത് വല്ലാതെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ കുടിശ്ശികയൊക്കെ മുടങ്ങി കിടക്കുന്ന ഒരവസ്ഥയിൽ പോലീസ് കേസുകളിലൊക്കെ പെടാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ആണെങ്കിൽ പോലും രാത്രി അശ്രദ്ധമായിട്ട് മദ്യലഹരിയിലൊക്കെ വാഹനം ഓടിച്ച് പോലീസ് കേസുകളൊക്കെ വരാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കുടുംബാംഗങ്ങളുടെ മൊത്തം സന്തോഷത്തിൽ നമ്മളെല്ലാവരുമായിട്ട് കൂടിച്ചേർന്ന് ഒരു സന്തോഷത്തിലും രമ്യതയിലൊക്കെ വർത്തിക്കുന്നത് കൊണ്ട് ഈ ശനിയുടെ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും. എപ്പോഴും ശനി വല്ലാതെ ബാധിച്ചിരിക്കുക, ഏഴര ശനി അഷ്ടമശനി ഒക്കെ ബാധിച്ചിരിക്കുന്നവർ, കണ്ടകശനിയൊക്കെ ബാധിച്ചിരിക്കുന്നവർ അർദ്ധരാത്രി സമയങ്ങളിലൊക്കെ പുറത്തു പോയിട്ട് കൂട്ടുകൂടലുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഭർത്താവാണ് അച്ഛനാണ് എന്നുണ്ടെങ്കിൽ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് കുടുംബത്തിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് സന്ധ്യാസമയത്ത് വീട്ടിൽ വരിക, കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സന്തോഷമായിട്ട് കുടുംബത്തിലിരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബത്തിൽ അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് സ്നേഹത്തോടുകൂടി പങ്കിടുക, അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് സ്നേഹത്തിലൊക്കെ വർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശനിയിലെ കുറേ ദോഷങ്ങളൊക്കെ മാറിയിരിക്കും. അല്ലാതെ അർദ്ധരാത്രി സമയത്തൊക്കെ മദ്യപിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുക, അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ ശനിയുടെ ദോഷം വല്ലാതെ ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ നമ്മൾ വല്ലാതെ നിരാശരാകുന്ന അവസ്ഥകൾ. ഭക്ഷണപാനീയങ്ങളിൽ നിന്നൊക്കെ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഫുഡ് പോയിസനൊക്കെ ചിലപ്പോൾ വന്നുപെടാൻ 2 ദിവസം 3 ദിവസം പഴക്കമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡ് പോയിസനൊക്കെ വരാം. സജ്ജന സംസർഗങ്ങളും ക്ഷേത്ര ദർശനവും ഒക്കെ ജീവിതശൈലിയിൽ പല മാറ്റങ്ങളും വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ഈ ശനി മാറ്റം നമുക്ക് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന്. രോഹിണി നക്ഷത്രം ഈ പറയുന്ന വരുന്ന 2025 മാർച്ച് 29 വരുന്ന ശനി എങ്ങോട്ടേക്കാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കേട്ടെല്ലാവരും അതിൻ്റെ ഗുണങ്ങളും ഗണങ്ങളും ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എങ്കിലും ധാരാളം ലാഭം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. സാമ്പത്തിക രംഗത്ത് കച്ചവടക്കാർക്ക് പണമൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. എങ്കിലും ധാരാളം ലാഭം വന്നു ചേരുന്നുണ്ട്. ബിസിനസ്സിലുമൊക്കെ നല്ലൊരു മാറ്റം ഇവർക്ക് എന്തായാലും വർഷത്തിൻ്റെ ഒരു 3-4 മാസം കഴിയുന്നതോടുകൂടി നല്ലൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാം. ചിലവർക്ക് ഇപ്പം തന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഒരു ഉണർവ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടാവാം. പുതിയ വെല്ലുവിളികളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. കർമ്മരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പൊതുജന സമൂഹത്തിലൊക്കെ ആണെങ്കിലും ധാരാളം വെല്ലുവിളികളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനെയെല്ലാം ഇവർക്ക് ആത്മധൈര്യം കൊണ്ട് തരണം ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. വളരെ കാലമായിട്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നഷ്ടത്തിൽ ആയിരുന്നു. ആ സംരംഭങ്ങളൊക്കെ അങ്ങനെ നഷ്ടത്തിലായിരുന്ന സംരംഭങ്ങളൊക്കെ ലാഭത്തിലാകാനൊക്കെ തുടങ്ങുന്നതാണ്. ഉദ്യോഗ തർക്കങ്ങളൊക്കെ വരാം. മേലധികാരികളുമായിട്ടൊക്കെ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. മാത്രമല്ല ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ വന്നുപെടുന്നുണ്ട്. ഇതിനു മുമ്പ് സ്ഥലം മാറ്റം കിട്ടാതെ അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഇനി സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് ജോലി ചെയ്യാനും കുടുംബാംഗങ്ങളോടുകൂടി ഒരുമിച്ച് താമസിക്കാനൊക്കെ തക്ക രീതിയിൽ സ്ഥലം മാറ്റങ്ങളൊക്കെ വന്നുപെടുന്നുണ്ട്. പ്രമോഷനൊക്കെ ലഭ്യമാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിനുമൊക്കെ സാധ്യതകളൊക്കെ തെളിഞ്ഞൊരു ഉപരിപഠനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠനത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിൽ ഈ ശനി എന്ന് പറയുന്നത് പേരും പ്രശസ്തിയൊക്കെ കൊണ്ടുതരുന്നതാണ്. സാമ്പത്തിക ബാധ്യത കുറേശ്ശെയായിട്ട് തീരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്.
ദശാകാലം അനുകൂലമാണെങ്കിൽ കുറേ കൂടി ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി നമുക്ക് തരുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് പരിശോധിച്ച് ഒന്ന് വിലയിരുത്തി എങ്ങനെയൊക്കെയാണ് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും തനിക്കത് തിരിച്ചു കിട്ടുമോ, അത് നഷ്ടത്തിൽ കലാശിക്കുമോ എന്നൊക്കെ ഒന്ന് ഒരു വിദഗ്ധനായ ഒരു ദൈവത്തിനെ കണ്ട് ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക. ജാതകമൊക്കെ ഒന്ന് നോക്കി മൊത്തത്തിലുള്ള ഗോചരമൊക്കെ ഗുണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതൽ ദോഷഫലങ്ങൾ മാറിയിരിക്കാനായിട്ട് ശാസ്താവിന് എള്ള് തിരി, നീരാഞ്ജനം അതുപോലെയുള്ള വഴിപാടുകൾ, ശാസ്താവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശനി കാലഹോരയിലൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. മകീരം നക്ഷത്രം. മകീര നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് 29 ശനിയുടെ ഗോചരം ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് നോക്കാം. ഈ മകീര നക്ഷത്രക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി തൊഴിലിൽ കർമ്മരംഗത്ത് ഉയർച്ചയും അതുപോലെ തന്നെ ധനലാഭമൊക്കെ വന്നു ഭവിക്കുന്നതാണ്. പ്രവർത്തന രംഗത്ത് പൊതുവിൽ എല്ലാ കാര്യത്തിലും ചെറിയ തോതിൽ ഇവർക്ക് വിജയം പ്രതീക്ഷിക്കാം. കലഹങ്ങളോ കോടതി വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായി മാറുന്നതാണ്. സർക്കാർ തലത്തിലെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ശനിയുടെ മാറ്റം അത്യാവശ്യം ജോലി കിട്ടാനൊക്കെ ഗുണം കൊണ്ടുതരുന്ന ശനി തന്നെയാണ്. വിദേശ പഠനമൊക്കെ ആഗ്രഹിച്ച കുട്ടികൾക്ക്, വിദേശ പഠനത്തിനോ വിദൂര പഠനത്തിനൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താനൊക്കെ നിങ്ങൾ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. വിദേശത്ത് കുടുംബങ്ങളെയോ കൂടി താമസിപ്പിക്കാൻ, ഇപ്പോൾ PR ഒക്കെ കിട്ടാതെ വിദേശത്ത് വസിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ കൂടെ താമസിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും അവിടെ നിന്ന് PR കിട്ടാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ പലതവണ മത്സര പരീക്ഷയൊക്കെ എഴുതിയിട്ട് തോറ്റ് ബുദ്ധിമുട്ടായി വിഷമിച്ച് മനോവിഷമം കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ വിജയമൊക്കെ വന്നു ചേരുന്നതാണ്. നല്ലതുപോലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾ പാസ്സാകുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ മാറി വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിജയം പ്രതീക്ഷിക്കാം. ഇതുവരെ കിട്ടാതിരുന്ന ചില സാമ്പത്തിക ആനുകൂല്യങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ട് സന്തോഷത്തിൽ വർത്തിക്കാൻ ശ്രമിക്കേണ്ടതും അതുമൂലം നിങ്ങൾക്ക് നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട്, പ്രവൃത്തിയിലും ആരോഗ്യത്തിലും ഒക്കെ ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ശനിയുടെ ഈ മാറ്റം. പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്കൊരു വിജയം വന്നു ചേരുന്നതാണ്. ഈ ശനിയുടെ ഒരു മാറ്റം കൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വരുന്ന കുറച്ച് നാളുകൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം, കൂവളാർച്ചന, അതുപോലെ തന്നെ പിൻവിളക്ക്, ക്ഷീരധാര, ജലധാര ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. തിരുവാതിര നക്ഷത്രം 2025 മാർച്ച് 29 മാറുന്ന ശനി. പൊതുവേ ഈ ശനിയുടെ ഒരു മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് മുൻ വർഷത്തേക്കാളും ചെറിയ തോതിലുള്ള മാറ്റങ്ങളും ഉയർച്ചയും ഒക്കെ ഇവർക്ക് ഗുണാനുഭവങ്ങളൊക്കെ കൊണ്ടുതരുന്നൊരു ശനിയാണ്. കഴിഞ്ഞ കൊറോണ കാലം തൊട്ട് തന്നെ ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ അനുഭവിച്ചു പോരുന്നുണ്ട്. ശനിയുടെ മാറ്റം, വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ കൊണ്ട് പലർക്കും കുടുംബങ്ങളിൽ പോലും സ്വസ്ഥതകളില്ലാതെ അസ്വസ്ഥതകൾ മാത്രം നിറഞ്ഞൊരു ജീവിതമായിരുന്നു പല തിരുവാതിര നക്ഷത്രക്കാർക്കും. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനം ആകുന്നതാണ്. വിവാഹം വന്നിട്ട് മുടങ്ങിപ്പോവുകയും വിവാഹം തീരുമാനിക്കാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ്. വ്യവസായമൊക്കെ നടത്തുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില ബാങ്കുകളിൽ നിന്നും ചില വ്യക്തികളിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായമൊക്കെ കിട്ടുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ശനി മൂലം നിങ്ങൾക്കുണ്ടാകുന്നത്. പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും കൂടുതലായിട്ട് ശനിയെ ഒന്നുകൂടി നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല നല്ല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. വീട് പണിയാനുള്ള ഒരാഗ്രഹമൊക്കെ ഉണ്ട്. ചെറുതായാലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരികയും ആ ആഗ്രഹം മനസ്സിൽ ഉദയം ചെയ്ത് അതിനുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതാണ്. വിദേശത്ത് പോകാനും തൊഴിൽ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് ചെറിയ തൊഴിൽ കിട്ടി അതിന് വിദേശത്ത് പോകാനും അവിടെ പോയി തൊഴിലിൽ പ്രവേശിക്കാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കുക, പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും
ശാരീരികപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ബന്ധുക്കളൊക്കെ നിങ്ങളെ സഹായത്തിനായിട്ട് വന്നു ചേരുന്നതാണ്. പൈതൃകമായിട്ടുള്ള സ്വത്ത്, പങ്കാളിയുടെ സ്വത്ത്, പിതാവിൻ്റെ സ്വത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് അത് കയ്യിൽ വന്ന് ചേരുന്നതിനുള്ള യോഗവും വന്നു ഭവിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ അന്യദേശത്തോ വിദൂരദേശത്തോ ഒക്കെ പഠനത്തിനായിട്ട്, ഇപ്പോൾ കേരളത്തിന് പുറത്ത്, ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും വിദേശമായാലും അന്യദേശമായാലും വിദൂര പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ തന്നെ സാധ്യമാകുന്നതും അഡ്മിഷൻ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ചെറുകിട സംരംഭങ്ങളൊക്കെ, അതായത് കൊച്ചു കൊച്ചു സംരംഭങ്ങളൊക്കെ, അത് എസ്പെഷ്യലി ഈ സ്ത്രീകൾ ചെയ്യുന്ന ഈ വ്യവസായം, കുടുംബപരമായിട്ട് ചെയ്യുന്ന ഈ കുടുംബശ്രീ പോലെയുള്ള ഇതിലൊക്കെ ചെയ്യുന്ന വ്യവസായങ്ങൾ, കച്ചവടങ്ങളൊക്കെ നല്ല രീതിയിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. മൊത്തത്തിൽ ഒരു ഉണർവിൻ്റെ ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ശനി മാറ്റം കൊണ്ടുവരുന്നത്. ആയതുകൊണ്ട് കൂടുതൽ ഗുണങ്ങൾക്കായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് ശനി 9ലേക്ക് മാറുന്നു. ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് 7, 8 ഭാവങ്ങളിലൊക്കെ ആയിരുന്നു ഈ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്കൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഇവർക്ക് 7, 8 ഭാവങ്ങളിൽ നിന്ന് 9ലേക്ക് മാറുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന ആ ഒരു ദുരാനുഭവങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതാണ്. ഇവർക്ക് നല്ല രീതിയിൽ ഉന്മേഷമൊക്കെ കൊണ്ടുവരുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ സമയം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങാനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യമായ കാലയളവാണ്. അതിന് കൂട്ടു ബിസിനസ് തുടങ്ങാനോ പുതിയ സംരംഭം തുടങ്ങാനോ ആളുകളായിട്ടോ വ്യക്തികൾ പണമായിട്ടൊക്കെ വന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ്. കർമ്മരംഗത്തും അതുപോലെ തന്നെ ചെറിയ കച്ചവടക്കാർക്കുമൊക്കെ ലാഭം കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണ്. ദാനധർമാദികൾ ചെയ്യാനായിട്ട്, അതായത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊക്കെ ദാനധർമാദികളൊക്കെ ചെയ്യാൻ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് അതിനുള്ള പണവും സമയവും ഒക്കെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി അവിടെ ദാനധർമ്മം ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും പൊതുവെ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് മാറാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. നല്ല രീതിയിലുള്ള ആത്മീയതയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പൂർവിക സ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കേസ് കൊടുക്കാനൊക്കെ, ഇപ്പോൾ പൂർവിക സ്വത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് അത് കേസ് കൊടുത്ത് വേണമെന്നൊക്കെ വേണ്ടി വരും. വ്യവഹാരമൊക്കെ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നവർക്ക് ഒന്നുകൂടി അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുമായിട്ട് നല്ല സ്നേഹത്തിൽ വർത്തിക്കുന്നതാണ് വളരെ നല്ലത്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം താമസിക്കുന്നതാണ്. വിവാഹം ഇപ്പം തന്നെ നടക്കണമെന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നവർക്ക് പിന്നെയും കുറച്ചുകൂടി തടസ്സങ്ങളൊക്കെ വന്ന് വിവാഹമൊക്കെ ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരാം. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ കാത്തിരുന്ന് അതിനുവേണ്ടി ചികിത്സയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയേറെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തിയാവാനും ഈ 9ൽ നിൽക്കുന്ന ശനിയുടെ ഗുണങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരാനൊക്കെ ആയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഈശ്വരാനുകൂല്യമൊക്കെ ഉണ്ടാക്കുക, ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാക്കുക. സൗഭാഗ്യങ്ങൾ ഐശ്വര്യമൊക്കെ കുടുംബത്തിൽ വന്ന് നിറയാനായിട്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. ദാനധർമാദികൾ, അന്നദാനം, അതുപോലെയുള്ള വസ്ത്രദാനം, അന്നദാനം, അതുപോലെ അഗതികൾക്ക് ഭക്ഷണം, മരുന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ശനി തന്നെ വന്നിട്ട് തന്നെ പോകുമ്പോൾ എല്ലാ ഗുണങ്ങളും കൊണ്ടുതരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈകെട്ടിയിരിക്കൽ, മറിച്ച് ശനി വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതും ചെയ്യാൻ പറ്റാതായിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവസരങ്ങൾ തെളിഞ്ഞു വരും. അപ്പം നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആക്കി കഴിഞ്ഞ് നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ആവുമ്പോൾ നമുക്ക് കൂടുതൽ ശനിയുടെ ഗുണങ്ങൾ നമുക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ശനി 9ലേക്കാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 7, 8 കാലങ്ങളിലൂടെ നടന്നു പോന്നിരുന്ന ശനി ഇപ്പോൾ 9ലേക്ക് ഗോചരം ചെയ്യുകയാണ്. 9 എന്ന് പറയുന്ന ശനി എല്ലാവർക്കും പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. 9 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സന്തോഷമാണ്. 9, 11 ഭാവങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുതരുന്നു എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നല്ലൊരു കാലമാണ് എന്ന് നമുക്കത് ആശ്വസിക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ശനിയുടെ ഒരു മാറ്റം, ഈ ഒരു ട്രാൻസിറ്റ്, ഈ ഒരു ഗോചരം പരിസര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഗുണങ്ങളൊക്കെ നേടിത്തരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്കുമൊക്കെ ഈ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരാം. പൊതുവിലൊരു നല്ല ആരോഗ്യപരമായിട്ടൊരു ഉയർച്ചയും ഉന്മേഷവും
എല്ലാത്തിനും ഒരു നല്ല ഉണർവൊക്കെ ഉണ്ടാവാം. മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഈ 9-ലെ ശനി കൊണ്ടുവരുന്നതാണ്. കലാരംഗത്തും കായിക രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ പൊതുവെ നേട്ടവും പണവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയും നേരത്തെ ചെയ്തു വച്ചിട്ട് ബ്ലോക്കായി പോയിരുന്ന പരിപാടികളൊക്കെ തുടർന്നുകൊണ്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ്. ചെറിയ കച്ചവടക്കാർക്കൊക്കെ, നഷ്ടത്തിലായിരുന്ന കച്ചവടക്കാർക്കൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ ലഭിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലിൽ നിന്ന് ധാരാളം സാമ്പത്തിക ലാഭമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി വരുന്നതാണ്. സാമ്പത്തിക ബാധ്യത മൂലം വല്ലാതെ ദുഃഖിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെയാണ്. ചിട്ടി, ലോണ്, അതുപോലെ തന്നെയുള്ള ആനുകൂല്യങ്ങളൊക്കെ, സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് രമ്യതയിൽ ആകുന്നതും അതുമൂലം മനസ്സിനും അതുപോലെ കുടുംബത്തിലുമൊക്കെ നല്ലൊരു സമാധാനവും ശാന്തിയൊക്കെ കൈവരിക്കാൻ സാധിക്കും. ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും അത് വാങ്ങാനൊക്കെ ആയിട്ടുള്ള സമയവും സന്ദർഭമൊക്കെ നല്ലതുമായിട്ട് ശനി നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. പണി തീരാത്ത വീടുണ്ടെങ്കിൽ അത് പൊളിച്ചു പണിത് അതിൽ ആ ഭവനത്തിൽ താമസിക്കാനും പാലുകാച്ചിലെ ഗൃഹപ്രവേശം ഇവയൊക്കെ നടത്താനും ഒക്കെ നമുക്ക് ഈ 9-ലെ ശനി നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പൊതുവിൽ നമുക്ക് എല്ലാ തരത്തിലും ഒരു ഉയർച്ച കൊണ്ടുതരുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി പൂയ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് 2025-ൽ. കർക്കിടക രാശിയിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാർക്ക് 9-ലേക്ക് മാറുന്ന ശനി, ഇവരുടെ ശനി 9-ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. ശനി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു, 7-ൽ വന്നു, 8-ൽ വന്നു, 8-ൽ ഇപ്പോൾ 9-ലേക്ക് ഗോചരം ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് ശനി ഗോചരം ചെയ്യുമ്പോൾ കുറേ കാലമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് എല്ലാ തരത്തിലും അതിൽ നിന്നൊക്കെ ഒരു വിമുക്തി വന്നു ചേരുന്ന ഒരു കാലമാണ്. പൊതുവെ കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും അസുഖങ്ങളായിട്ടും അതുപോലെ തന്നെ സ്വന്തമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി, എന്നും ആസ്പത്രി, മരുന്ന്, ചികിത്സ ഇങ്ങനെയൊക്കെ ആയിരുന്നവർക്ക് പൊതുവായിട്ട് പ്രാർത്ഥനകളും നല്ല രീതിയിലുള്ള ചിന്തകളും നല്ല വ്യായാമവും ഭക്ഷണമുറകളൊക്കെയാണ് നിങ്ങൾ പാലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നല്ല നേട്ടങ്ങൾ തന്നെയാണ് കൊണ്ടുതരിക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രവൃത്തികളും ശരീരവും കൂടി അതിന് തയ്യാറായിട്ടിരിക്കണം. വെറുതെ ഇരുന്നാൽ ശനി നമുക്ക് ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നേടാൻ നമ്മൾ തയ്യാറാവണം. ശനി ഗുണം കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അത് നമ്മളായിട്ട് അത് ഏറ്റെടുക്കാനും അത് മേടിക്കാനും തയ്യാറാവണം. അപ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സം, കുറേ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പല വിഘ്നങ്ങളും, പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിഘ്നങ്ങളും ഒക്കെ മാറി പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ നമുക്ക് അവസരം ശനി ഒരുക്കി തരുന്നതാണ്. അർഹതപ്പെടാത്ത ധനം, മറ്റുള്ളവരുടെ അന്യൻ്റെ അർഹതപ്പെടാത്ത ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരുകയും അത് നമുക്ക് വിനിയോഗിക്കാനും ഒക്കെയുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ട് ചെറിയ പിണക്കത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ആത്മീയമായിട്ടുള്ള ദാനധർമാദികളിലൊക്കെ പങ്കെടുക്കാൻ തോന്നുക, ഇങ്ങനെയുള്ള സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. മനസ്സിൽ തന്നെ നിങ്ങൾക്ക് തോന്നും സ്പിരിച്വലായിട്ട് കുറച്ച് മാറിയാൽ എന്താണെന്ന്. കുടുംബത്തിലെ പല മംഗളകർമ്മങ്ങളും, വിവാഹം, വിവാഹ നിശ്ചയം ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്, ബന്ധുക്കളുടെ വിവാഹ നിശ്ചയമോ വിവാഹമൊക്കെ നടക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. സന്താനഭാഗ്യം കൈവരിക്കാനായിട്ടും യോഗം കാണുന്നുണ്ട്. പ്രാർത്ഥനകൾ മൂലം ഈശ്വര അനുകൂല്യം, ഈശ്വര അനുഗ്രഹവും വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ കൂടുതൽ ഉഷാറാവുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടവും വന്ന് ഭവിക്കുന്നതാണ്. അലസത, മടി, നിരാശ, ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെടിഞ്ഞ് കുറച്ച് ഉന്മേഷത്തോടുകൂടി, പുത്തൻ ഉണർവോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടി നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ ശനിയോടുകൂടി നേടിയെടുക്കാൻ സാധിക്കുകയും ശനി ഭഗവാൻ നമുക്കത് തരുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം, പിതൃക്കൾക്ക് ബലിയിടൽ, അതുപോലെ തന്നെ അമാവാസി തോറും പിതൃക്കൾക്ക് ബലിയർപ്പിക്കാം, അതുപോലെ ശാസ്താ ക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ച ദിവസവും, ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസം വ്രതോപാസനാദികളൊക്കെ പാലിക്കുക. പിന്നെ സന്ധ്യാസമയത്തിന്, സൂര്യാസ്തമന സമയത്തിന് ശേഷം അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശനിയുടെ ആ ദോഷം പൂർണ്ണമായിട്ട് മാറുന്നതാണ്. കുറേ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ശനി മാറി നമുക്ക് 9-ലാണ് ശനി, നമുക്കിനി ദോഷമൊന്നുമില്ല, അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ജാതകത്തിൽ ചിലപ്പോൾ ശനിദശാകാലം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദശയുടെ ശനിയുടെ അന്തർദശാകാലം ആയിരിക്കാം.
അപ്പോൾ നമുക്ക് ശനിയുടെ 9-ൽ നിൽക്കുന്ന ശനിയുടെ ഗുണം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതിന് നമ്മൾ അതും കൂടെ ഒന്ന് പരിശോധിച്ച് അതിനെയും കൂടി ഒന്ന് പ്രീതിപ്പെടുത്തി ആ പ്ലാനറ്റ് എവിടെയാണ് നിൽക്കുന്നത്, അതിനെന്തെങ്കിലും ദോഷമുണ്ടോ, ഏതെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി വന്നിട്ട് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ശനിക്ക് മൗഢ്യം ഉണ്ടോ എന്നൊക്കെ നോക്കാം. ശനിക്ക് മൗഢ്യം ജാതകത്തിലുണ്ട്, ശനിദശാകാലമാണെങ്കിൽ നമുക്ക് ഈ 9-ൽ ശനി അനുഭവിക്കാൻ പറ്റില്ല, ഗോചരം നമുക്ക് ഗുണം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? പറഞ്ഞ ആളെ ചീത്ത പറയും. അപ്പോൾ അതിന് പകരം നമ്മളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ശനി ദേ വരുന്നു 8-ലേക്ക്. 7-ൽ നിന്ന് അവർക്ക് 8-ലേക്കാണ് ശനി വരുന്നത്. 8 എന്ന് പറയുന്ന അഷ്ടമഭാവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ കേട്ട് പഠിച്ചതാണ് ഇതൊക്കെ. 8 എന്ന് പറയുമ്പോൾ അഷ്ടമമാണ്. നമുക്ക് രോഗദുരിതങ്ങളുടെ ഒരു കാലഘട്ടമൊക്കെയാണ് വരിക. എങ്കിലും ശനി അഷ്ടമത്തിലായതുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലാണ്. മധ്യപ്രായം കഴിഞ്ഞവരൊക്കെ ഒന്ന് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നതൊക്കെ നന്നായിരിക്കും. വീഴ്ച, ഒടിവ്, ചതവ് ഇതൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒരു ശ്രദ്ധ, വളരെ കെയർ ചെയ്ത് വളരെ വിജിലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുക. ശ്രദ്ധ കുറവില്ലാതെ നടന്നു പോയിട്ട് പെട്ടെന്ന് വഴിക്ക് വീണൊക്കെ കഴിഞ്ഞാൽ കയ്യോ കാലൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ വരാം എന്നുള്ളത് കൊണ്ട് നല്ലതുപോലെ ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ പക്കപ്പിറന്നാളുകളിൽ മഹാമൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ധന്വന്തരി ഹോമോ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം 108 എല്ലാ ദിവസവും ജപിക്കുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് ചിലപ്പോൾ വരാൻ പോകുന്ന വലിയ വലിയ ദോഷങ്ങളെയൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ശനീശ്വര സ്തോത്രങ്ങൾ, ശനീശ്വര കവചങ്ങളൊക്കെ വീട്ടിലിരുന്ന് നല്ലതുപോലെ ജപിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ 8-ലെ ശനിയുടെ കാഠിന്യമൊക്കെ സ്വാഭാവികമായിട്ട് കുറയുന്നതാണ്. സാമ്പത്തിക തടസ്സം ചില കാര്യങ്ങളിലൊക്കെ വന്നുപെടാം. കുടുംബപരമായിട്ട് പല വിഘ്നങ്ങളും ഉണ്ടാകാം. കുടുംബത്തിൽ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വന്നു ചേരാം. പല കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയൊക്കെ വരാം. അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞ് നല്ല സമയം വരുമ്പോൾ അതൊക്കെ നമുക്ക് തനിയെ അങ്ങ് നടന്നോളും. കർമ്മപരം രംഗത്ത് ഉയർച്ചയുണ്ടാകാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. പങ്കാളിയുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പിരിഞ്ഞിരുന്നവരൊക്കെ ചിലപ്പോൾ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. നേരത്തെ പങ്കാളി പിരിഞ്ഞിരിക്കുന്നവർക്ക് വല്ല പ്രാർത്ഥനകൾ കൊണ്ടോ ഒക്കെ വീണ്ടും ഒരുമിച്ച് ചേരാനൊക്കെയുള്ള സാധ്യതകളൊക്കെ വരുന്നുണ്ട്. വാക്കുമൂലം ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ മൂലം ചിലർക്ക് നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉദയം ചെയ്തേക്കാം. കലഹത്തിനൊക്കെ കൂടുതലായിട്ട് സാധ്യതകൾ തെളിഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അഷ്ടമത്തിലെ ശനി എന്നുള്ളത് നമുക്ക് അത്ര മോശ സമയമാണ് എന്നുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. എന്ന് വിചാരിച്ച് മഹം നക്ഷത്രക്കാർ ഇത് കേൾക്കുമ്പോൾ തന്നെ പറയും, കഴിഞ്ഞ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒന്നിനും കൊള്ളില്ല, ഇപ്പം ഇതിന് ഇനിയും മോശം തന്നെയാണോ എന്ന്. വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യവഹാരത്തിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അതിൽ കൂടുതൽ തൽപരതയൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ ഒന്ന് സ്വയം നിയന്ത്രണം പാലിക്കുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകം അതിലൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് പറ്റുമെങ്കിൽ ആ ലഹരി ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും കുടുംബത്തിൽ സ്വസ്ഥതയൊക്കെ കുറയുന്ന ഒരു കാലഘട്ടമാണ്. രോഗദുരിതങ്ങളെ കൊണ്ടാണെങ്കിലും നമുക്ക് ആകപ്പാടെ കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സന്താന ഭാഗ്യമൊക്കെ തടസ്സപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജോലി ഉണ്ടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റാതെ വരും ആരോഗ്യ പ്രശ്നം കാരണം. അപ്പോൾ ആ ജോലിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ സാമ്പത്തികം പ്രശ്നമാകും. അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും പ്രശ്നമാവുന്നത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ കൊണ്ടാണ്. അതാണ് 8-ലെ ശനി മോശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8-ലെ ശനി നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വാദസംബന്ധമായ രോഗങ്ങളോ മറ്റു ജ്വരാതി രോഗങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചികിത്സ എടുത്തുകൊണ്ട് വളരെ കെയറായിട്ട് പ്രാർത്ഥനകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഇല്ലാതിരിക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഉഷാറാക്കുക. എന്നിട്ട് നമ്മൾ ശനിയെ ഒരു പരിധി വരെ തടഞ്ഞു വയ്ക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ശരീരവും നല്ല വൃത്തിയാക്കുക. കുളിക്കുന്നത് സ്നാനം ഭയങ്കര പ്രത്യേകത. ശനിദോഷ സമയത്ത് സ്നാനം രാവിലെയും വൈകുന്നേരം ആയാൽ വളരെ നല്ലത്. വൈകുന്നേര സമയങ്ങളിൽ മേല് കഴുകുക എന്നുള്ളൊരു കർമ്മം അതെങ്കിലും ചെയ്ത് നമ്മുടെ ശരീരത്തിന് ശുദ്ധി വരുത്താം. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ശനിക്കിരിക്കാനുള്ള ഒരു അവസരം പോലും നമ്മുടെ വീട്ടിലോ ചുറ്റുപാടോ നമ്മുടെ ശരീരത്തിലോ കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഭഗവാൻ നമ്മളോട് വിചാരിച്ചോളൂ, ഇവള് പക്ക ഡീസൻ്റാണ്, അല്ലെങ്കിൽ ഇയാൾ പക്ക ഡീസൻ്റ്, എന്നാൽ പിന്നെ അങ്ങ് വിട്ടുപോയേക്കാന്ന് ചിന്തിച്ച് ശനി അകന്നു പോകുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഷ്ടമത്തിലെ ശനി നമ്മളെ ഉപദ്രവിക്കാതെ പൊക്കോളും. കൂടാതെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ദർശിക്കുന്നതും കൂടി ഉത്തമമായിരിക്കും. പൂരനക്ഷത്രം. ചിങ്ങം രാശിയിൽപ്പെട്ട പൂരനക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിൽ തന്നെയാണ്. മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ലതുപോലെ ഉദയം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ചിലപ്പോൾ ചിലവരൊക്കെ ആശുപത്രി വാസമൊക്കെ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ളവർക്കൊക്കെ ചിലപ്പോൾ
അതിനൊക്കെ നല്ല ചികിത്സയൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കാം. അപ്പോൾ കഴിയുന്നതും ആശുപത്രി വാസത്തിനൊന്നും പോവാതിരിക്കുക എന്നതിന് വേണ്ടിയിട്ട് ആശുപത്രി വാസം ഒഴിവാക്കാനായിട്ട് മുൻകൂറായിട്ട് നമ്മളൊന്ന് ശ്രദ്ധ പതിപ്പിക്കാം. ഈ ഗോചരം മൂലം പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടാകാം. സ്ത്രീകൾ കാരണം കുടുംബത്തിലെ കലഹങ്ങളും സ്ത്രീകൾ കാരണം കുടുംബത്തിൽ കലഹങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. സന്താന യോഗം കാത്തിരിക്കുന്നവർക്ക് അതിന് ചില തടസ്സങ്ങൾ, ചിലപ്പോൾ ചിലർ ക്യാരിയിങ് ആയെങ്കിൽ പോലും അത് വല്ല അബോർഷനൊക്കെ ആവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കാം. സന്താനങ്ങളെ കൊണ്ട് പണച്ചെലവ് അധികരിക്കുന്ന കാലഘട്ടമാണ്. പൈതൃക സ്വത്ത് വിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും അത് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായിട്ട് അത് വിൽക്കാൻ തീരുമാനിക്കുകയും അതുമൂലം ഗുരുജനങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നതുമാണ്. അതുപോലെ തന്നെ അപകടങ്ങൾ, വാഹനം, വീഴ്ച, അപകടം ഇവയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആയതുകൊണ്ട് നല്ല രീതിയിൽ ശനിദേവനെ നല്ലതുപോലെ പ്രീതിപ്പെടുത്തുക, ശനിദേവനെ നല്ലതുപോലെ ഉപാസിക്കുക. ബന്ധുമിത്രാദികളുമായിട്ട് ശത്രുതയിൽ ആവാം. പൊതുവെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കണ്ണടച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതിലൊക്കെ നഷ്ടം വരുത്തി വയ്ക്കുക. എവിടേക്കെങ്കിലൊക്കെ പോവുക, അതിൽ ധനനഷ്ടം വരുത്തി വയ്ക്കുക. യാത്രകളൊക്കെ ചിലപ്പോൾ അസ്ഥാനത്താവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യിൽ കാശുകൾ നഷ്ടപ്പെടും, അത് കടമായി മാറും. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെയാണെങ്കിലും പ്രായം കഴിഞ്ഞവരൊക്കെ കുളിക്കാൻ പോകുമ്പോഴും ബാത്റൂമിൽ പോകുന്ന സമയത്തും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുക. വീഴ്ചകളൊക്കെ സ്വാഭാവികമായതുകൊണ്ട് വീഴ്ച പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുനരാവിഷ്കരിക്കാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ നിയന്ത്രണമായിട്ട് നടത്തിക്കൊണ്ടുപോകാനും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കും ഈ ഒരു ശനിയുടെ അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പ്രതീക്ഷയോടുകൂടി, നിരാശയോടുകൂടിയല്ല, നല്ല പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും നല്ല രീതിയിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ദോഷമല്ല, മറിച്ച് മാറ്റം നല്ലതായിരിക്കണം എനിക്കെന്ന് സ്വയം ചിന്തിച്ച് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ശനി ബാധിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് നല്ല ഉറപ്പ് കൊടുക്കാം. മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നതെല്ലാം സന്തോഷമായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അങ്ങനെ കുറേ ദിവസം നിങ്ങൾ സന്തോഷത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതും സംഭവിക്കുന്ന സന്തോഷങ്ങളാവാം. അപ്പോൾ ചോദിക്കും, സന്തോഷിക്കാനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന്. ശനിയുടെ മാറ്റം കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ ദോഷങ്ങൾ കൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകും. അപ്പം അതിനെയൊക്കെ നമ്മൾ ജാതകം നോക്കിയിട്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ വല്ല പ്രാർത്ഥനകൾ കൊണ്ടോ വല്ല ഉപാസനകൾ കൊണ്ടോ ഒക്കെ അത് മാറ്റിവെക്കാം. ഉപാസനയും വ്രതവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അപ്പം ആ രീതിയിൽ ഈ വരുന്ന അഷ്ടമത്തിലെ ശനിയെ നമ്മളും അതുപോലെ തന്നെ മാറ്റിവെക്കുക. ഉത്രം നക്ഷത്രക്കാർക്ക് കന്നി രാശി, ചിങ്ങൻ രാശിയിലും കന്നി രാശിയിലും വരുന്ന ഉത്ര നക്ഷത്രക്കാർക്ക് 8ലും അതുപോലെ തന്നെ 7ലുമായിട്ട് നിൽക്കുന്ന ശനിയുടെ കാലഘട്ടമാണ്. ഈ ശനി പൊതുവെ ദോഷകാരകനാണ് ശനി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച താളത്തിൽ നിന്ന്, യൂണിവേഴ്സൽ എനർജിയിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ് നമുക്ക് കൂടുതലും ദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ദോഷങ്ങൾ വരുന്നതും അതുതന്നെയാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് പല ബ്ലോക്കുകളും പല തടസ്സങ്ങളും വരുത്തി വയ്ക്കും. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രക്രിയകളിൽ വരുന്ന മാറ്റം മൂലമാണ് നമുക്ക് ഇങ്ങനെ രോഗവും കടവും ഒക്കെ വന്നുപെടുന്നത്. അതിനെ നമ്മൾ പൊതുവെ മാറുന്ന ശനിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പറയുന്ന ആളെ. അപ്പോൾ ആ ശനി മാറുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഉള്ള വൈബ് നമ്മളിലേക്ക് ഭംഗിയായിട്ട് വരണം. പോസിറ്റീവാണ്, നല്ല രീതിയിൽ വരണം. നെഗറ്റീവ് ആണെങ്കിൽ കയറാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ സഹസ്രാരവും മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തണം. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാത്രം വന്നാൽ മതിയെന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് നമ്മളിലേക്ക് ഈ പറയുന്ന ശനിയുടെ, ഇപ്പോൾ 7ലാണെങ്കിലും അതുപോലെ തന്നെ 8ലാണെങ്കിലും ആ ശനിയുടെ ദോഷങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു പനി വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പനി മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് ദിവസം നല്ലതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. അതേസമയം പനി വേണ്ട സമയത്ത് ശ്രദ്ധിക്കാതിരിക്കുക, മരുന്ന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിനെ നമ്മൾ അവ്യക്തമായിട്ട് തള്ളിക്കളയുമ്പോൾ പഴകിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ശാരീരികമായിട്ട് ഫുഡ് പോയ്സൺ ഉണ്ടാവാം, പനി കൂടാം, വേറെ അസുഖങ്ങൾ വരാം. അപ്പം അതുപോലെയുള്ള ചില ശ്രദ്ധക്കുറവുകൾ നമുക്ക് ഈ അഷ്ടമത്തിലെ ശനി വരുത്തി വയ്ക്കുന്നുണ്ട്. കന്നിരാശിയിൽപ്പെട്ട ഉത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ 7ലേക്ക് മാറുമ്പോൾ ശനി അവരുടെ ഈ കളത്ര ഭാവത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി വയ്ക്കാം.
ഉത്തരവാദികളായിട്ട് മാറാറുണ്ട്. വിവാഹം ആഗ്രഹിച്ചവർക്ക് അത് നടപ്പാക്കാൻ കാലതാമസം നേരിടാം. അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാവുക. ചില വഴക്കുകൾ കുടുംബ കോടതി വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അത്യാവശ്യം 1-2 ദിവസം പിരിഞ്ഞിരുന്നാലും അത് കുടുംബ കോടതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബന്ധം വേർപിരിയലിൻ്റെ വക്കിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുമ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് രമ്യതയിൽ അത് അനുവർത്തിച്ച് കൊണ്ടുപോകാൻ നോക്കാം. കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. മുതിർന്ന സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെയുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഇൻലോസുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം ചിലപ്പോൾ വിവാഹബന്ധത്തിലും നിങ്ങളുടെ ദാമ്പത്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ്, പല കാര്യങ്ങളിലും ഈ ശനി ബുദ്ധിമുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കാതെ ശനിയെ നമ്മൾ വന്നാലും ബാധിക്കില്ല എന്നുള്ള രീതിയിൽ, ഇപ്പോൾ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, കുറച്ച് കഴിഞ്ഞ് അത് മാറിക്കോളും. അപ്പോൾ ഒന്ന് സംയമനം പാലിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ആയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് മാറി വിട്ടുപൊക്കോളും. ശനി നമ്മളെ കാര്യമായിട്ട് ബാധിക്കും. അതേസമയം വീട്ടിൽ നിന്ന് എന്നും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു വരുമ്പോൾ ഇൻലോസിൻ്റെ ഇടപെടലുകളൊക്കെ ആകുമ്പോൾ അത് വലിയൊരു ഭീകര പ്രശ്നമാവും. അത് കഴിഞ്ഞ് ശനി മാറുന്ന വർഷം 2.5 വർഷം കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു വേർപിരിയലിൻ്റെ വക്കത്ത് വരെ എത്തിച്ചേരാം. അപ്പം അതിന് വഴിവെക്കാതെ നമ്മൾ പ്രാർത്ഥനകളോ നല്ല രീതിയിലുള്ള ഉപാസനകളോ വ്രതങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, മെഡിറ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. പങ്കാളിക്ക് രോഗം വരുന്നത് മനോദുഃഖത്തിനും കൂടെ കാരണമാക്കാം. അതുകൊണ്ട് പങ്കാളിക്ക് രോഗമൊക്കെ വന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കെയറിങ് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ 7ലെ ശനി നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. 7 എന്ന് പറയുന്നത് കളത്ര ഭാവം ആയതുകൊണ്ട് തന്നെ കളത്രത്തിൽ കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാം. കണ്ടകശനിയുടെ കാര്യത്തിലാണ് നിൽക്കുന്നത്. ആ കണ്ടകശനി നമുക്ക് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ശനി 7ലേക്ക് ഗോചരം ചെയ്യുന്നുണ്ട്. ചാരവശാൽ 7ലെ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയായിട്ടാണ് കൂട്ടുന്നത്. കണ്ടകൻ്റെ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്, ഗോചരം ചെയ്യുന്നത്. 7 കളത്ര ഭാവമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ ഒരു ദാമ്പത്യത്തിലും വിവാഹം കഴിക്കാനിരിക്കുന്നവർക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വിവാഹം തീരുമാനമാവുമെന്ന് കരുതിയിരിക്കുന്നവർക്ക് പിന്നെയും കുറച്ചുകൂടി വിവാഹത്തിന് തീരുമാനമാവാതെ നീണ്ടുപോവാം. സന്താനയോഗം കാത്തിരിക്കുന്നവർക്ക് അതിനും ചിലപ്പോൾ തടസ്സങ്ങൾ വന്നു ചേരാം. പ്രതികൂലമായ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. ആ സമയത്ത് മനസാന്നിധ്യം കൈവിടാതെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ശനീശ്വര ഉപാസന ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പ്രത്യേകിച്ച് ജാതകത്തിലും നമുക്ക് അനുകൂല ദശാകാലമാണെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ജീവിത പങ്കാളിയുമായിട്ട് രമ്യത കുറവ് വരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. വീട്, വാഹനം ഇവയൊക്കെ നമുക്ക് ചിലവ് വർദ്ധിപ്പിക്കും. വീടിനൊക്കെ റിപ്പയർ വരാം. വാഹനമൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാതെ പണിയേണ്ട അവസ്ഥകളൊക്കെ വന്നേക്കാം. അപ്പോൾ അതിനൊക്കെ പണച്ചെലവുണ്ടാവാം. പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിച്ചാലും പിന്നീട് അത് നടന്നു കഴിഞ്ഞ വിവാഹങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകാം. നടക്കുമെന്ന് വിചാരിച്ച വിവാഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരാം. പല കാരണങ്ങൾ കൊണ്ടും അതൊക്കെ അസ്ഥാനത്തായി പോകും അവരുടെ ആ വാക്ക് പറച്ചിലുകളൊക്കെ. യാത്രകളൊക്കെ വളരെ യാത്രാ ചെലവുകൾ ഉണ്ടാക്കുന്നതും യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതുമായി തീരാം. എല്ലാ കാര്യത്തിലും നല്ല വിജിലൻ്റ് ആയിരിക്കുകയും ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് പോരുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. എങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂഷ്വൽ കാര്യങ്ങളിൽ പ്രാർത്ഥനകൾ കൂടി ഒന്ന് നിങ്ങൾ സ്വായത്തമാക്കുക. ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് നല്ല ഏതെങ്കിലും നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഒരു ഉപാസനാമൂർത്തിയുടെ മന്ത്രം, മൂലമന്ത്രമോ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് അത് എല്ലാ ദിവസവും നിരന്തരമായിട്ട് നിങ്ങൾ ജപിക്കാനോ പാരായണം ചെയ്യാനോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുർദശയാണ് നിങ്ങൾക്ക് ജാതകത്തിലെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ശനി 7ലേക്ക് മാറുന്നുണ്ട് ഗോചരവശാൽ. അപ്പോൾ രാഹുർദശ എന്നുള്ളത് ദശാകാലം മോശമാണ് എന്നുണ്ടെങ്കിൽ ഈ ശനിയും രാഹുവും കൂടെ ഒരുമിച്ച് പോകുന്ന രീതിയിൽ ശനി രാഹു ദോഷ മന്ത്രങ്ങളുണ്ട്. അത് നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്തിട്ട് അത് ജപിക്കുക. അതുപോലെ ശനി മാത്രമേ നിങ്ങൾക്ക് ദോഷത്തിലുള്ളൂ എങ്കിൽ ശനീശ്വര മന്ത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കുമുള്ള ശനീശ്വര മന്ത്ര ശാസ്താ മന്ത്രങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള ശാസ്താ മന്ത്രങ്ങളുണ്ട്, അഷ്ടോത്തരമുണ്ട്. ഇതൊക്കെ നിരന്തരമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ ജപിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ പങ്കാളിക്ക് എന്തെങ്കിലും അസുഖം വരുന്നത് നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കാം. പങ്കാളിയുടെ ആ രോഗം മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാതൊരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥകളൊക്കെ വന്നേക്കാം.
അപ്പം അത് വേഗം തന്നെ ചികിത്സിച്ച് മരുന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിക്കോളും. ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് നല്ലതുപോലെ വഴിപാടുകൾ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിക്കും വഴിപാടുകൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ പങ്കാളിക്ക് നല്ല സമയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് അത് ദോഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കും കൂടി നിങ്ങൾ രണ്ടുപേരും കൂടി വഴിപാടുകൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾക്ക് ഗുണമായിരിക്കും. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ശനിയുടെ മാറ്റം. ശനി ഇവർക്ക് ഈ മാർച്ച് 29 ശനി ഇവർക്ക് 7ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. ഗോചരം ചെയ്യുന്ന ശനി 7ലേക്കെന്ന് പറയുമ്പോൾ പൊതുവെ അറിയാം, നമുക്ക് കളത്ര ഭാവത്തിലായതുകൊണ്ട് തന്നെ പങ്കാളിയുമായിട്ടൊക്കെയുള്ള ഒരു സ്വരച്ചേർച്ചകൾ, ഒരു വേർപിരിയലുകൾ, അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം രണ്ടുപേരും രണ്ടിടത്തിരിക്കുക. ഒരു വീട്ടിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ രണ്ടുപേർക്കും പരസ്പരമായിട്ട് ഇനി ഒന്നുമില്ലെങ്കിലും പങ്കാളിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ കുറച്ച് മനോദുഃഖത്തിന് കാരണമാവുക. അപ്പോൾ ഈ കണ്ടകസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ശനി കൂടുതലായിട്ട് ചില അശാന്തിയൊക്കെ വരുത്തി വയ്ക്കും നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ നമ്മൾ നല്ല സ്നേഹത്തിലിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം നമ്മൾ ശാസ്താക്ഷേത്രത്തിൽ പോയിട്ട് രണ്ടുപേരുടെയും പേരിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇടയ്ക്കൊക്കെ ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒന്നും ബാധിക്കാതിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ നമുക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും പങ്കാളിയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷപരമായിട്ട് ദാമ്പത്യം പങ്കിടാനൊക്കെ ആയിട്ട് നമ്മൾ ഈശ്വരനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കാം. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ടൊക്കെ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ലതുപോലെ ശരീരവും മനസ്സും ഒക്കെ വൃത്തിയായും ശുദ്ധിയായും വയ്ക്കുക. സൽചിന്തകൾ മനസ്സിൽ ഉടലെടുക്കട്ടെ. വിരിക്കുന്ന വീടും പരിസരവും ഒക്കെ നല്ല ശുദ്ധിയായി വൃത്തിയാക്കിയും വയ്ക്കുക. ശനിക്ക് വസിക്കാനായിട്ട് ഒരു സ്ഥലവും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ശരീരവും കൊടുക്കണ്ട, മനസ്സും കൊടുക്കണ്ട, വീടും കൊടുക്കണ്ട, പരിസരവും കൊടുക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് ശനി എന്ത് ചെയ്തോളും? നമ്മളെ ഒഴിവാക്കി പൊക്കോളും. അപ്പോൾ ആ തരത്തിലുള്ള രീതിയിലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. രാഷ്ട്രീയ രംഗത്ത് സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. വിവാഹം തീരുമാനിക്കുമ്പോൾ തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ പുരുഷന്മാർ വന്ന് പെടുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൂട്ടുപങ്കാളിത്ത ബിസിനസ്, സംയുക്ത സംരംഭത്തിലൊക്കെ വിജയിക്കാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക ദുരിതം നല്ലതുപോലെ ചിലപ്പോൾ നിങ്ങളെ പിടിപെടാം. സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റൊക്കെ വന്നു ചേരാം. കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ട് ചില ശത്രുതാ മനോഭാവം പുലർത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വന്നു പോകുന്ന ഒരു ഡിപ്പെൻസ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങളുമായിട്ട് ശത്രുതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് അവരുമായിട്ട് രമ്യതയിൽ വർത്തിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന മനോദുഃഖമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ മാതാവുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നു ചേരാം. ഇതെല്ലാം ഒഴിവാവാനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാല അർപ്പിക്കുന്നതും കൂടി നല്ലതായിരിക്കും. അപ്പം നിങ്ങളുടെ പക്കപ്പിറന്നാളിന് പാൽപ്പായസം പാൽപ്പായസം നേദിച്ച് 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് അത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് പായസം വച്ചിട്ട് എല്ലാ കുട്ടികളുള്ള വീട്ടിൽ കയറി പായസം കൊടുക്കാൻ നിന്ന സംഗതി വിഷയാവേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ വ്യാഴാഴ്ച ദിവസം പക്കപ്പിറന്നാളിന് പായസം കഴിച്ചിട്ട് പാൽപ്പായസം നേർന്ന് അത് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. ഏറ്റവും വിശ്വസ്തരായ അയൽവക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം കൊടുക്കുക. പിന്നീട് അതൊരു ശത്രുതയ്ക്കൊന്നും വഴിവെക്കരുത്. ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ശനിയുടെ ദോഷം ഇല്ലാതെ. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിന് ശനി 6ലേക്കാണ്. 6 എന്ന് പറയുന്ന ശത്രുഭാവമാണ്. 6ലെ ശനി എന്ന് പറയുമ്പോൾ പൊതുവെ ശത്രുക്കളെയൊക്കെ ജയിക്കാനും ശത്രുക്കളെയൊക്കെ കീഴടക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. വലിയ ശത്രുദോഷമൊന്നും, രോഗം കടം ശത്രു എന്നാണ് 6 എന്ന് പറയുന്ന ഭാവം. രോഗം കടം ശത്രു, രോഗം മാറിയിരിക്കുക, ശത്രു ഇല്ലാണ്ടിരിക്കുക. പിന്നെ അത് ചിലപ്പോൾ ചില പ്രവൃത്തികൾ കൊണ്ട് ഇതൊക്കെ തിരിച്ചും വരാം. അപ്പോൾ 6ലേക്ക് എന്ന് പറയുമ്പോൾ 6ലേക്ക് ഗോചരം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശനിയുടെ ഈ മാറ്റം കൊണ്ട് വരുന്നത് നേരത്തെ ശത്രുക്കളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. കുടുംബത്തിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഒക്കെ ശത്രുദോഷമൊക്കെ കുറഞ്ഞ് നിൽക്കുന്നതാണ്. ശത്രുഭാവമാണ് 6 എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ശത്രുദോഷത്തിന് ഒന്ന് പ്രിക്കോഷൻ എടുക്കുന്നത് നന്നായിരിക്കും. 6ലെ ശനി നിന്നാൽ ശത്രുക്കളെ ഹനിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നാണ് പറയുക. അതായത് കൊല്ലുക എന്ന് വെച്ചാൽ നേരിട്ട് കൊല്ലുക എന്നല്ല, ശത്രുക്കളെ നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ടും അതായത് ശനിയുടെ നോട്ടം കൊണ്ടും ഒക്കെ. അപ്പം നമ്മൾ ശനി ഭഗവാനെ നല്ലതുപോലെ ഉപാസിച്ച്
ശനീശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ ശനീശ്വരനായിട്ട് മാറ്റിക്കോളും, ഹനിച്ചോളും. അപ്പം നമ്മളായിട്ട് അതിനെ ഒഴിവാക്കാൻ നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് ശനീശ്വരനെ നല്ലതുപോലെ നമ്മൾ ഉപാസിക്കുക എന്നുള്ളതാണ് ഈ ശനിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. കേസ്, വ്യവഹാരം, വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് വിജയം കിട്ടാം. തസ്കര ശല്യം, കള്ളന്മാർ മുഖാന്തരം ചിലപ്പോൾ വീട്ടിലൊക്കെ അറിയാതെ നിങ്ങൾ ആളില്ലാത്ത നേരത്തൊക്കെ കള്ളൻ കയറി നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയി എന്നിരിക്കാം. വീട്ടിൽ നിന്നോ യാത്രക്കിടയിലോ ഒക്കെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പം അതുകൊണ്ടൊക്കെ അതിലൊക്കെ കുറച്ച് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശുഭഭാഗവുമായിട്ട് ഈ 6ലെ ശനി എന്ന് പറയുമ്പോൾ ശുഭഗ്രഹവും ശുഭഭാഗവുമായിട്ട് ബന്ധം വരികയൊക്കെ ആണെങ്കിൽ ജാതകത്തിലെ ദശാകാലം അന്തർദശാകാലവും നമുക്ക് അനുകൂലമാണെങ്കിൽ ഭൂമി ലാഭം, വീട്, വസ്തു, വാഹനം ഇതൊക്കെ നമുക്ക് വന്നു ചേരാം. ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാതെ ഇരിക്കാൻ നോക്കേണ്ടതാണ്. ആരോഗ്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതലായിട്ട് കാലുവേദന, കൈവേദന, മുട്ടുവേദന, ജോയിൻറ്റുകളിലൊക്കെ വേദനകൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാം. ഏതെങ്കിലും പ്രായമുള്ള വൃത്യരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുമായിട്ട്, അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വല്ല കേസോ വാദപ്രതിവാദങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ സ്ത്രീകളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെ ഇടപഴകേണ്ട തലങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ. അല്ലെങ്കിൽ അത് പിന്നീട് വല്ല പോലീസ് കേസിനൊക്കെ ഇടവരുത്താം. അപ്പോൾ അതുകൊണ്ട് വൃത്യ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരെന്നല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവിലും നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കുറച്ച് പ്രായമുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരുടെ ആ രീതി കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പം അതിനൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ശനി 6ലാണ്. 6ൽ നിൽക്കുന്ന ശനി ഇവർക്ക് കുടുംബത്തിൽ പൊതുവെ ഒരു ശത്രുക്കൾ എല്ലാം വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നൊരു കാലഘട്ടമാണെങ്കിലും കുടുംബത്തിൽ പൊതുവെ ഒരു അശാന്തി വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വരിക, ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മാറ്റം വന്നിട്ട് പുതിയൊരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത വിഷമം ചിലപ്പോൾ തോന്നിയേക്കാം. എങ്കിലും സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നാൽക്കാലി കർഷകരായിട്ടുള്ള കർഷകർക്കൊക്കെ നല്ല രീതിയിൽ ഗുണങ്ങളൊക്കെ വന്നു ചേരും. അതിലെ ഈ ശനി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളുമായിട്ട് ഇടപഴകുന്ന സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ അപവാദങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ആരോഗ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. വീഴ്ച മൂലം കാലിനോ കൈയിനോ ഒക്കെ എന്തെങ്കിലും വല്ല ഒടിവോ ചതവോ ഉളുക്കോ ഒക്കെ വരാം. അപ്പം അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിൽ നടക്കുമ്പോഴാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും വയ്ക്കുന്ന സമയത്ത് കാലൊക്കെ മടങ്ങി കാലിൻ്റെ വിരലുകളൊക്കെ മടക്കം സംഭവം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചിലപ്പോൾ ഈ ശനിയിൽ സംഭവിച്ചേക്കാം. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എവിടെ പോകുമ്പോഴും രാവിലെ നമ്മൾ ഈശ്വരാധീനത്തോടു കൂടി ഈശ്വര പ്രാർത്ഥനയോടു കൂടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അമ്മാവിൻ്റെ സ്ഥാനത്തുള്ള ആളുകൾക്ക് മാതുലന്മാർക്കൊക്കെ ദോഷം സംഭവിക്കാം. നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ചിലപ്പോൾ നിൽക്കുന്ന ചിലപ്പോൾ അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിക്കാം. മറ്റുള്ളവരുടെ ആജ്ഞകളും ഉപദേശങ്ങളും ഒക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. രാത്രി കാലങ്ങളിലുള്ള യാത്രകളൊക്കെ പറ്റുമെങ്കിലും അർദ്ധരാത്രി സമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. തനിച്ചുള്ള വാഹനം ഓടിക്കൽ അതൊക്കെ ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും. പൊതുജന മധ്യത്തിൽ അംഗീകാരമോ പ്രശസ്തിയോ ഒക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ്. വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അഹോരാത്രമുള്ള പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് നല്ല വ്യക്തിപരമായിട്ടൊരു ഉയർച്ച ശനി കൊണ്ടുതരുന്നതാണ്. ഒരു സ്ഥിരമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എല്ലാ വെല്ലുവിളികളെയും നേരിടാനായിട്ട് സാധിക്കുന്നതും കുടുംബ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ലാഭമൊക്കെ കിട്ടുന്നതാണ്. വാഹനമോ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഈ ശനി അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മനസ്സും ശരീരവും ഉള്ള പ്രവർത്തനങ്ങളും ആത്മസംയമനത്തോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങളും നേരിടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശനി നമുക്ക് കുറേ നേട്ടങ്ങൾ തരുന്നതാണ്. ശനിയാഴ്ച ദിവസം മഹാദേവന് കൂവളാർച്ചന നടത്തുന്നതും ക്ഷീരധാര നിങ്ങൾ വഴിപാടായിട്ട് നടത്തുന്നതും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ശനി 4ലായിരുന്നു. 4ൽ നിന്ന് ശനി 5ലേക്ക് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനം രാശിയിലേക്ക് മാറുമ്പോൾ ശനി 5ലേക്കാണ് ഇവർക്ക് മാറുന്നത്. 5ലെ ശനി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. 5ലെ ശനി നല്ലതാണ് എങ്കിൽ തന്നെയും ചിലപ്പോൾ പഴയതെങ്കിലും പുരോഗതിയുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വച്ചിരുന്നു. അത് 4ലായതുകൊണ്ട് മുഴുവനായില്ല. ഇപ്പോഴും നമ്മളത് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ പുരോഗതിയുടെ കാര്യത്തിൽ ഫലാനുഭവ ഘട്ടത്തിലൊക്കെ തടസ്സം നേരിടുക.
അതുപോലെ തന്നെ ചിലപ്പോൾ പഴയ ഏതെങ്കിലും വീടൊക്കെ മാറി നല്ല വീടൊക്കെ വിറ്റ് കടം കൊണ്ട് 4-ൽ ശനി നിന്നപ്പോൾ ഉണ്ടായ പഴയ വീടൊക്കെ വിറ്റ് ചിലപ്പോൾ 5-ലെ ശനി കൊണ്ട് പുതിയ ഒരു ഭവനത്തിലേക്ക് മാറാനൊക്കെയുള്ള യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. ചാരവശാൽ 4-ല് ശനി 5-ലേക്ക് മാറുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടാം. എന്തായാലും ചിന്തയോടും യുക്തിപരമായ ചിന്തയോടും ക്രിയാത്മകപരമായിട്ടും യുക്തിപരമായിട്ടും ഒക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് സാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ കാലം അച്ചടക്കം ചിട്ടയും ഒക്കെ ഇങ്ങനെ ഒരു നിങ്ങളുടെ യൂഷ്വൽ ലൈഫിൽ ഒരു അച്ചടക്കം ചിട്ടയൊക്കെ കൈവരിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പലതും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കലാരംഗത്ത് ഫാഷൻ ഡിസൈനിങ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ശനിയാണ് 5-ലെ ശനി. ഇനി വിദൂര പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ള പരിശ്രമമൊക്കെ വിജയിക്കുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെറുകിട സംരംഭങ്ങളിൽ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് തുടങ്ങിയാൽ അതൊക്കെ വിജയിക്കുന്നതാണ്. ദീർഘകാല പദ്ധതിയായിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുന്നതാണ്. ഇന്ന് തന്നെ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കുറേ കാലത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമൊക്കെ നല്ല ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ദീർഘകാല പദ്ധതികളിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു ഗോചരം അനുകൂലമായിട്ടുള്ള സാധ്യതകളൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ഈ സബലീകരണത്തിൻ്റെ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു കാലയളവാണ് ഈ ഒരു ശനിയുടെ മാറ്റം. പ്രത്യേകിച്ച് ദീർഘകാല പദ്ധതികളൊക്കെ പൂവണിയാം എന്നുള്ള മനസ്സിലുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു പുത്തൻ ഉണർവ് കർമ്മരംഗത്തുണ്ടാകും. അനാവശ്യ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അനാവശ്യ കാര്യങ്ങളിലൊന്നും തലയിടാൻ പോകാതിരിക്കുന്നത് നന്നായിരിക്കും. അന്യൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് മധ്യസ്ഥ വഹിക്കുക, അനാവശ്യ കാര്യങ്ങളുടെ തലയിടുക എന്നൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നീച സഹവാസം മൂലം നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ വന്നു ഭവിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് കഴിയുന്നതും സംസർഗം, അതായത് നല്ല സംസർഗത്തിന് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. വരവ് കൂടുമെങ്കിലും ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിൽപ്പനയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള വിൽപ്പനയൊന്നും ഉദ്ദേശിച്ച സമയത്ത് നടക്കാതെ വരിക, അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ വഴി തുറന്നു വയ്ക്കുന്നതൊക്കെ തടസ്സത്തിലേക്ക് വരുന്നത് കൊണ്ട് വർഷാവസാനമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് വിൽപ്പനകളൊക്കെ ചിലപ്പോൾ ലാഭത്തിലല്ല നഷ്ടത്തിൽ കലാശിക്കുന്നതാണ്. ക്രയവിക്രയത്തിലൊക്കെ നഷ്ടം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് ബിസിനസ്സിന് ഭൂമി വിൽപ്പനയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കാം. എന്തായാലും കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ ശാസ്താവിനെ ഭജിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടേതായ മതങ്ങളിലുള്ള പ്രാർത്ഥനകൾ കൂടുതൽ ശക്തമത്തായിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി 4-ലായിരുന്നു. ഇപ്പോൾ ശനി പതുക്കെ 5-ലേക്ക് ഗോചരം ചെയ്യുകയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി 4-ലായിരുന്നെങ്കിലും ചില ആളുകൾക്ക് വിദേശവാസവും വിദേശ യോഗവും ഒക്കെ വന്നു ചേർന്ന കാലമുണ്ട്. അവരുടെ ജാതകത്തിൽ ദശാകാലം ചിലപ്പോൾ അനുകൂലമായതുകൊണ്ടാവാം. പൊതുവിൽ 4-ലായിരുന്നു ശനി എന്ന് വിചാരിച്ച് എല്ലാവർക്കും ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. എൻ്റെ ക്ലയൻസ് തന്നെ പല കുട്ടികളും വിദേശ പഠനത്തിന് പോവുകയും ചെയ്തിട്ടുണ്ട് 4-ൽ ശനി നിന്ന സമയത്ത്. എന്തായാലും പൊതുവെ ഈ വർഷവും അവർക്ക് ആരോഗ്യവും സാമ്പത്തികവും ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് ഗുണമുള്ള വർഷം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നമ്മൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലതും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ് ശനി 4-ൽ നിന്ന് 5-ലേക്ക് പ്രവേശിക്കുന്ന ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ശനിയുടെ ഗോചരം ചിലപ്പോൾ ഇവർക്ക് കൂടുതൽ ജോലിയിലും ബിസിനസ്സിലും കർമ്മരംഗത്തും ഒക്കെ ഉയർച്ചകൾ കൊണ്ടുതരുന്നതാണ്. ബിസിനസ്സിൽ പണം മുടക്കാൻ തീരുമാനിക്കുകയും പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്ന ഒരു കാലയളവും കൂടിയാണ്. മുമ്പുണ്ടായിരുന്ന കാലങ്ങളേക്കാൾ കൂടുതൽ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരാനും അത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഒരു പ്രവർത്തനത്തിൽ എത്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. ഓഹരി വിപണിയൊക്കെ ഉള്ളവർക്ക് ഓഹരി വിപണിയിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടം, അതായത് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു പലതരത്തിലൊക്കെയുള്ള ഊഹക്കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ലാഭം കിട്ടുമോ അത്രത്തോളം ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല സമയമൊക്കെ നോക്കി നിങ്ങൾ ഷെയറിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ഉയർച്ച പൊതുവെ ലഭ്യമാകുന്ന അതായത് കർമ്മ പുഷ്ടി വരുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവുമൊക്കെ വന്നുപെടാം. സന്താനങ്ങളുടെ പ്രവൃത്തി, സന്താനങ്ങൾ അച്ഛനമ്മമാരോടും ഗുരുജനങ്ങളോടും ഒക്കെ കാണിക്കുന്ന ചില വാക്കുകളും പ്രവൃത്തികളും മനോദുഃഖത്തിനുമൊക്കെ വഴിവെക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഉദയം ചെയ്തേക്കാം. അമിത ചിലവുകൾ മൂലം സമ്പാദ്യം കുറയുന്നതും
നിങ്ങൾ സമ്പാദ്യമായിട്ട് കരുതി വച്ചിരുന്ന ധനം പോലും എടുത്ത് ചിലവഴിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടുന്നതാണ്. വൈദ്യ ചികിത്സയൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് പോലും, പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ട് പോലും ചിലപ്പോൾ സന്താന ഭാഗ്യമൊക്കെ ചിലപ്പോൾ തടസ്സം നേരിടാം. എന്തായാലും നല്ലൊരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ഗണങ്ങൾക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നതും, ശനിയാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും, വെറ്റിലമാല നിങ്ങൾ അവിടെ സമർപ്പിക്കുന്നതും, ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നതും ഒക്കെ നല്ല ഒരു വഴിപാടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശനി ദോഷങ്ങളൊക്കെ മാറും. ശനിയാഴ്ച ദിവസം ഹനുമാനെ ഭജിക്കുന്നത് നമ്മുടെ ശനിദോഷം മാറാനായിട്ട്, ശാസ്താവിനെ പോലെ തന്നെ ഹനുമാനെ ഭജിക്കുന്നത്, ബ്രഹ്മചര്യം പാലിച്ച് ശനിയാഴ്ച ദിവസം നമ്മൾ ശാസ്താവിനെ പോലെ തന്നെ ഹനുമാനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിക്കുന്ന തെറ്റിദ്ധാരണകളല്ല. അന്നേ ദിവസം മാത്രം നിങ്ങൾ ബ്രഹ്മചര്യം പാലിച്ചാൽ മതി. ശനിയാഴ്ച ദിവസം ഇപ്പോൾ കുടുംബസ്ഥനായ ഗ്രഹനാഥനായ ഒരാൾക്ക് എന്നും ചിലപ്പോൾ ഈ പറയുന്ന ബ്രഹ്മചര്യം പറ്റില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അത് പാലിക്കുക. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് അഞ്ചിലേക്കുള്ള ശനിയുടെ മാറ്റം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുതരുന്നതാണ്. മൂലം നക്ഷത്രം ശനി വീണ്ടും ഇവർക്ക് 4ലേക്ക് പോകുന്നു. ശനി 7.5 ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് പച്ച പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. വീണ്ടും ശനി 4ലേക്ക് പോവുകയാണ്. ശനി 4ലേക്ക് കണ്ടകനായി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഈ ഗോചരം വെല്ലുവിളികളുടെ ഒരു കാലം തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ, സ്വഭവനം വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. ജോലിയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിചാരിച്ചിരിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഒരു സ്ഥാനചലനം, സ്ഥലം മാറ്റമൊക്കെ വന്നുപെടാം. മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചികിത്സകൾക്കൊക്കെ പണം മുടക്കേണ്ടതായിട്ട് വരാം. കോടതി കേസുകളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമാവാതിരുന്ന കേസുകളൊക്കെ അനുകൂലമാവാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് കഠിന പരിശ്രമം, അതിലൂടെ വിജയങ്ങളൊക്കെ വന്നു ചേരാം. ഉദരരോഗത്തിനും നേത്രരോഗത്തിനും ഒക്കെ വഴിവെക്കുന്ന ചില കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഉദരരോഗമൊക്കെ ഫുഡ് പോയ്സൺ മൂലമൊക്കെ നിങ്ങൾക്ക് വന്നുപെടാം. സാമ്പത്തിക വ്യയം, അതായത് ചിലവുകൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു കാലയളവാണ്. ബന്ധുജനങ്ങളുമായിട്ട് ശത്രുത പുലർത്തേണ്ടി വരുന്നതും അതുമൂലം നിങ്ങൾക്ക് മനോദുഃഖങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ട് ശത്രുത പുലർത്തുന്നത് മൂലം മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വാതരോഗം പിടിപെടാനും അതിന് ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പോകേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ 4ലെ ശനി വരുത്തി വയ്ക്കുന്നുണ്ട്. ചുറ്റുപാടുകളിൽ പല സൗകര്യങ്ങളും സന്ദർഭങ്ങളും സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും വന്നു ചേരാം. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശനിയെ ഭജിക്കുക, ഈശ്വരാധീനം വരുത്തുക, ശാസ്താവിനെ ഭജിക്കുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുക, 108 ശാസ്താ മന്ത്രങ്ങൾ, മൂലമന്ത്രങ്ങളൊക്കെ ജപിക്കുക. ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് ശാസ്താ മന്ത്രങ്ങളൊക്കെ നിരന്തരമായിട്ട് പാരായണം ചെയ്യുക. ശനിയാഴ്ച ദിവസം മഹാദേവന് ജലധാര നടത്തുന്നതൊക്കെ നമ്മുടെ ശനിയുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിന് നല്ലതാണ്. സ്വന്തം പരിശ്രമം മൂലം സ്വത്ത് സമ്പാദിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ മൂലം നക്ഷത്രക്കാർക്ക്. എങ്കിലും പഴയ കാലത്തെ അപേക്ഷിച്ച ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു ശനിയുടെ മാറ്റം നിങ്ങൾക്ക്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ശനി 2025 മാർച്ച് 29 ശനി മാറുന്നത്. ഈ ശനിയുടെ മാറ്റം ശനി 4ലേക്കാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് 7.5 ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. വീണ്ടും ശനി 4ലേക്കാണ്. ഈ കണ്ടകശനിയായിട്ട് വരുന്ന ശനി, 4ൽ വരുന്ന ശനി വസ്തു, വീട്, ഭവനം ഇവ പണിയുന്നതിലൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാം. വസ്തുക്കളുടെ വിൽപ്പനയിലൊക്കെ നമുക്ക് നഷ്ടങ്ങളൊക്കെ വന്നു ചേരാവുന്ന ഒരു കാലയളവാണ്. ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായിട്ട് ചെറിയ തോതിലുള്ള ശത്രുതകളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകാം. വീട് വിട്ട് മാറി താമസിക്കുക, അന്യദേശവാസം ഇവയൊക്കെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ വീട് വിട്ട് മാറി താമസിക്കേണ്ടതൊക്കെ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് ദിവസം വീട് വിട്ടൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. വാഹനമൊക്കെ റിപ്പയർ ചെയ്യേണ്ടത് മൂലം റിപ്പയർ വരാം. അതുമൂലം പണച്ചെലവ് അധികരിക്കുന്നതാണ്. കുടുംബത്തിലെ പങ്കാളിയുമായിട്ടൊക്കെ ചില വാക്കുതർക്കങ്ങളോ ചില അസ്വാരസ്യങ്ങളോ ഉണ്ടായിട്ട് വീട് വിട്ടൊക്കെ മാറി നിൽക്കേണ്ടതായിട്ടും അത് പിന്നീട് കുടുംബ കോടതിയിലേക്കൊക്കെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഗുരുജനങ്ങൾക്ക് സന്തോഷ അനുഭവം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. വിദേശത്ത് ജോലി നേടിപ്പോയവർക്ക് അവിടെ അലച്ചില്, ധനനഷ്ടം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട്. സന്താനങ്ങളുമായിട്ട് കലഹസാധ്യതകളൊക്കെ നിലനിൽക്കുന്നതിനാൽ കൂടുതലായിട്ട് വാക്കുതർക്കങ്ങൾക്കൊന്നും മുതിരാതിരിക്കുന്നത് പ്രത്യേകം നന്നായിരിക്കും.
പോലീസ്, പട്ടാളം ഈ രംഗത്തൊക്കെ ഉള്ളവർക്ക് യാത്രാക്ലേശങ്ങൾ, മനോദുഃഖം, മെൻ്റൽ സ്ട്രെസ്സ്, ഫിസിക്കൽ സ്ട്രെസ്സ് ഇവയൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. മേലധികാരികളുടെ അപ്രീതികളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. കൂടുതലായിട്ട് ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാനായിട്ട്, കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടി ദോഷ സമ്മിശ്ര ഫലങ്ങളാണ് എങ്കിലും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം തൊട്ടടുത്ത് മഹാദേവ ക്ഷേത്രം ഉണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ശനി കാലഹോരയിൽ പോയിട്ട് മഹാദേവന് ധാര കഴിപ്പിക്കാം. അതുപോലെ തന്നെ ശനിയുടെ ഒരു ദോഷ കാഠിന്യം കുറയാനായിട്ട് കൂവളാർച്ചന നടത്താം. അതുപോലെ ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആൽമരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആലിനെ 7 പ്രദക്ഷിണം ചെയ്യാം. നിങ്ങളുടെ പക്കപ്പിറന്നാളിന് പോയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ ഈ പക്കപ്പിറന്നാൾ ദിവസം വൈകുന്നേരം രാവിലെയോ എപ്പോഴെങ്കിലും പോയിട്ട് ഒരു 7 പ്രദക്ഷിണം ആൽമരത്തിന് 7 പ്രദക്ഷിണം ചെയ്യുക. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു നല്ല ഗുരുവിൽ നിന്ന് നിങ്ങളുടെ ഉപാസനാമൂർത്തിയുടെ മൂലമന്ത്രം ദീക്ഷയായിട്ടെടുത്ത് എല്ലാ ദിവസവും അത് ജപിക്കാനും നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള, മാത്രമല്ല മാതാപിതാക്കൾക്ക് പിതൃക്കൾക്ക് ബലിയിടുന്ന കർമ്മവും കൂടെ ഭംഗിയായിട്ട് നിർവഹിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുറേ കാഠിന്യങ്ങൾ, ശനിദോഷങ്ങൾ മാറിയിരിക്കും. ഉത്രാടം നക്ഷത്രം 7.5 ശനിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് 7.5 ശനി വല്ലാതെ അതീവമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ ഇവർക്ക് കൊടുത്തിരുന്നു. എങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവർക്ക് ഇനി വരാൻ പോകുന്നത് നല്ല ഒരു മാറ്റങ്ങളായിരിക്കും. ഇവർ ഒരു ദിവസം കൊണ്ട് രാജാവാകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും ഇവരുടെ സംസാരം മൂലവും ഇവരുടെ പ്രവൃത്തികളും ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനവും മൂലം തീർച്ചയായിട്ടും ഇവർക്ക് ലാഭത്തിലേക്കും നേട്ടങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ഒക്കെ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്കൊക്കെ ഇവരുടെ ഈ ഒരു മാറ്റം കൊണ്ട് ഇവർക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തലുകളും ആവിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാനൊക്കെ കഴിയും. പൂർവിക സ്വത്തൊക്കെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ലാഭം പ്രതീക്ഷിക്കാം. പൂർവിക സ്വത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് പണം വാങ്ങുകയൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ അത് കൈമാറ്റം ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ലാഭത്തോടു കൂടി അതിൽ നിന്ന് വിജയം വന്നു ചേരുന്നുണ്ട്. അതുപോലെ ദൈനംദിന വരുമാനമൊക്കെ വർദ്ധിക്കുന്ന, കൊച്ചു കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദൈനംദിന വരുമാനമൊക്കെ, ഇപ്പോൾ ചെറിയ ക്ലിനിക്കൊക്കെ ഇട്ടിരിക്കുന്ന ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ദൈനംദിനം വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. ധനലാഭം കർമ്മരംഗത്ത് അത്ഭുതപൂർവമായിട്ട് വന്നെത്തുന്നതാണ്. ചെറുകിട കച്ചവടക്കാർക്ക് ലാഭം വൻതോതിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൈതൃക സ്വത്തിൽ നിന്ന് ലാഭം വന്നു ചേരുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് പലതരത്തിലും പണച്ചെലവ് അധികരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നീക്കിയിരിപ്പ് സമ്പാദ്യം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് പൈതൃക സ്വത്തൊക്കെ ലഭിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്യാം. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കാലയളവാണെങ്കിലും ചിലവുകൾ കൂടുകയും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനം നേട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് പ്രത്യേക രീതിയിലുള്ള ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ ഒരു അനുകൂലമായൊരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ ഗുണങ്ങൾ കിട്ടാനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ശാസ്താക്ഷേത്ര ദർശനമെങ്കിലും സ്ഥിരമായിട്ട് നടത്താനായിട്ട് നോക്കുക. തിരുവോണം നക്ഷത്രം ശനി 3-ൽ ഗോചരം ചെയ്യുന്ന കാലഘട്ടമാണ്. 7.5 ശനിയുടെ കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇവർ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയിരുന്നു. കുറേ പ്രയാസങ്ങളും ഒക്കെ കുടുംബത്തിലാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ശനി 3-ലേക്ക് മാറുകയാണ്. 3-ലേക്ക് ശനി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറേശ്ശേറെ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നതാണ്. പുതിയ പ്രസ്ഥാനങ്ങളോ പുതിയ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് ഇവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയും കൂട്ടു സംരംഭങ്ങളൊക്കെ ചിലപ്പോൾ തുടങ്ങാൻ സാധിക്കുന്നതുമാണ്. കർമ്മരംഗത്ത് ധാരാളം മാറ്റങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ബിസിനസ് പോലെയുള്ള ചെറിയ കച്ചവടങ്ങൾ ഉള്ളവർക്കൊക്കെ ആദായങ്ങൾ വന്നു ചേരാം. കുടുംബ ബിസിനസ്സിൽ നിന്ന് കൂട്ടുകുടുംബ ബിസിനസ്, ചിലവർ കുടുംബമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അച്ഛൻ ചെയ്ത ബിസിനസ് മക്കളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്ന കൂട്ടു ബിസിനസ്, കുടുംബ ബിസിനസ്സിൽ നിന്നൊക്കെ പൊതുവെ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയായിരിക്കും ഈ വരുന്ന ശനിയുടെ മാറ്റം കൊണ്ടുവരുന്നത്. കുടുംബത്തിലെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് രോഗാവസ്ഥ വന്നു ചേരുകയും അതുമൂലം ആശുപത്രിവാസമോ ചികിത്സാ ചെലവുകളൊക്കെ നിങ്ങൾ വഹിക്കേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സന്നദ്ധ സംഘടന
സംഘടനകൾ പോലെയുള്ള പ്രവർത്തനമുള്ളവർക്കും ഒക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന കാലയളവാണ്. ഈശ്വരാധീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്. സൽക്കർമ്മങ്ങൾ, പ്രാർത്ഥന, ദാന ധർമാദികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പുണ്യക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക വഴി കൂടുതൽ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ മാറ്റത്തോടു കൂടി വന്നു ഭവിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക്, മകരം രാശിയിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് 3-ലൂടെയും കുംഭം രാശിക്കാർക്ക് 2-ലൂടെയുമാണ് ശനി നടക്കുന്നത്. ജീവിതത്തിൽ പൊതുവെ ഒരു അടക്കും ചിട്ടയും പാലിക്കുന്നത് മൂലം ഈ ഗോചരം നിങ്ങൾക്ക് ഗുണങ്ങളാണ് കൊണ്ടുതരിക. ഇപ്പോൾ 2-ലെ ശനി എന്ന് പറയുമ്പോൾ 2-ലെ ശനി ശരിക്കും കണ്ടകനായിട്ടാണ് നിൽക്കുന്നത് എങ്കിലും പൈതൃക സ്വത്തുക്കളൊക്കെ ലഭിക്കുകയും അത് ചിലപ്പോൾ നഷ്ടത്തിൽ നിങ്ങൾ വിൽക്കാനൊക്കെ ചിലപ്പോൾ തയ്യാറാകുന്നതാണ്. എങ്കിലും കിട്ടാതെ കിടന്നിരുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ ഇവയെല്ലാം മാറി പോകുന്ന ഒരു കാലയളവാണ്. പൊതുവിൽ നമ്മൾക്ക് ശനിയുടെ ഒരു അനുഗ്രഹം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കർമ്മരംഗത്തൊക്കെ ഉഷാറായിട്ട് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ശാരീരികമായിട്ടൊരു ഉന്മേഷമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ 3-ലെ ശനി കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രവർത്തനത്തിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ മടിപിടിച്ചിരിക്കാതെ അതിനെയൊക്കെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയൊക്കെ നേരിട്ട് നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു ഉണർവോട് കൂടി ഇറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ 2-ലെ ശനിയൊക്കെ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അപ്പം നമ്മൾ അതിനെ ശനിയിൽ തടസ്സം ഉണ്ടായി എന്ന് വിചാരിച്ച് തിരിച്ചു പോകാതെ അതിനെ വീണ്ടും നേരിടുന്നതും ഈശ്വരാധീനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമൊക്കെ നേരിടുകയും സുഹൃത്ത് സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടാകുന്നതാണ്. എങ്കിലും ഒരു ഒറ്റപ്പെടൽ ചില സമയങ്ങളിൽ അനുഭവയോഗ്യമാകുന്നത് കൊണ്ട് എല്ലാ രംഗത്തു നിന്നും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ രാത്രി ഉറക്കത്തിൻ്റെ സമയം പോലും നമുക്ക് ലഘൂകരിക്കേണ്ടതായിട്ട് വന്നേക്കാം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് പലതരത്തിലൊക്കെ പണ ചെലവുകളൊക്കെ വന്ന് വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബന്ധുജന സഹായമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് നല്ലതുപോലെ ശാസ്താക്ഷേത്ര ദർശനം, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, അതുപോലെ നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക, പക്കപ്പിറന്നാളുകളിൽ നാഗക്ഷേത്ര ദർശനം നടത്തുക, ദുർഗാ ഭഗവതിയെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ചതയം നക്ഷത്രം. കുംഭം രാശിയിൽപ്പെട്ട ചതയം നക്ഷത്രക്കാർക്ക് സ്വന്തം രാശിയിൽ നിന്ന് 2-ലേക്ക് ശനി മാറുകയാണ്. 2-ൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം കണ്ടകശനിയുടെ കാലഘട്ടമാണ്. 7-ര ശനി, കണ്ടകശനി ഇതൊക്കെ തന്നെ അനുഭവയോഗ്യമാകുന്ന 7-ര ശനി തീരാൻ പോകുന്ന കാലഘട്ടമാണ്. കുറച്ചുകൂടി ചതയ നക്ഷത്രക്കാർക്ക് സമീപനത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ, സംയമനത്തോടുകൂടി പാലിച്ചാൽ നല്ല ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന ആ രമ്യത കുറവുകളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഏതിനാണെങ്കിലും കുറച്ച് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മംഗളകർമ്മങ്ങളൊക്കെ നടക്കുകയും കുടുംബത്തിൽ തന്നെ മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വരികയും അതുമൂലം ചികിത്സാ ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. സമാധാനം നല്ലതുപോലെ കൈവരിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും പങ്കാളികൾ 2 പേരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാം. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ ശനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് നാമജപങ്ങളൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നൊരു കാലമാണ്. പലതും പുനരാവിഷ്കരിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലി നേടിയിരുന്നവർക്ക്, ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുകയും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശത്ത് വസിക്കുന്നവർക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന കാലമാണ്. തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ഐശ്വര്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് ഭവിക്കുന്നത് കൊണ്ട് തന്നെ ശനിയെ നല്ല രീതിയിൽ നമ്മൾ ഉപാസിക്കുക. ശനിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കോ മനസ്സിലേക്കോ ശരീരത്തിലേക്കോ കയറി പറ്റാതിരിക്കാനായിട്ട് ശനീശ്വര പ്രാർത്ഥനകൾ സ്വായത്തമാക്കാം. അതുപോലെ തന്നെ ഒരു ഗുരുവിൽ നിന്ന് ശനീശ്വര മന്ത്രങ്ങൾ ദീക്ഷയായിട്ടെടുത്ത് അല്ലെങ്കിൽ ഉപാസനാ ദേവിയോ കുലദേവതയോ ഒക്കെ ഭജിക്കുക. ഈ രീതിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ഗുണങ്ങൾ ശനിയിൽ നിന്ന്
കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനിയെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ശനി നിങ്ങൾക്ക് ദോഷമൊന്നും കൊണ്ടുതരില്ല. ഇത്രയും കാലം അനുഭവിച്ച ദോഷങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പൂരോരുട്ടാതി, കുംഭം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് 2-ലും, അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനി 7.5 ശനിയിലേക്കും കടക്കുന്ന കാലഘട്ടമാണ്. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനി വളരെയേറെ ഗുണങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട്. വിദേശവാസമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്തൊക്കെ പോകാനായിട്ട് സാധിക്കുന്ന കാലമാണ്. ദാമ്പത്യ സൗഖ്യമൊക്കെ ഉണ്ടാകാം. ഇതുവരെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ മാറി നല്ലൊരു ദാമ്പത്യ ബന്ധമൊക്കെ നിങ്ങൾക്ക് സുദൃഢമാകുന്നതാണ്. ദമ്പതികൾ ഒരുമിച്ച് തീർത്ഥാടനം, അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ പോകാനൊക്കെ ആലോചിക്കുന്നതും അതിനുവേണ്ടി പണച്ചെലവുകളൊക്കെ ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കടങ്ങളായിട്ട് വരുന്ന സാമ്പത്തിക ലയബിലിറ്റീസൊക്കെ വീട്ടാനായിട്ട് ഒരു പരിധിവരെയൊക്കെ മാർഗങ്ങൾ തെളിഞ്ഞു വരികയും അതിനുള്ള വഴികളും തെളിയുക അത് സാധിക്കുന്ന കാലവും കൂടിയാണ്. കേസ്, കോടതി വ്യവഹാരം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നതാണ്. കേസൊക്കെ നിങ്ങൾക്ക് സ്വത്ത് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. പലതും അനുകൂലമായിട്ട് വരുന്നൊരു കാലയളവായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വായത്തമാക്കി തീർക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ഒരു പുതിയ ഒരു ഉന്മേഷം കൈവരിക്കാൻ കഴിയും. നേരത്തെ ഉള്ളതിനേക്കാളും പഴയതിനേക്കാളും ഒരു നല്ല രീതിയിൽ ഒരു കർമ്മരംഗം പുനരാവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലമാണ്. യാത്രകളൊക്കെ ധാരാളം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ യാത്രാ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ കഴിയുകയും അതുമൂലം നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഉചിതമായിട്ടുള്ളൊരു നേട്ടങ്ങൾക്കും കൂടി വഴിവെക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് ചില സുഹൃത്ത് ബന്ധങ്ങൾ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. പൊതുവിലെ ഗുണഗണങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസം ഉദയ സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാന് അതായത് ആദിത്യ സ്തോത്രം ജപിക്കുക, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യോദയ സമയത്ത് ഞായറാഴ്ച ദിവസം സൂര്യകാലഹോരയിൽ നിങ്ങൾ ആദിത്യ ഭഗവാനെ മനസ്സാ പ്രാർത്ഥിക്കുന്നതും ആദിത്യ സൂര്യനെ നോക്കി നിങ്ങൾ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ആദിത്യ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതാണ്. അത് രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞിട്ട് ചുവന്ന മുണ്ടോ എന്തെങ്കിലും ചുവന്ന വസ്ത്രം ധരിക്കാം. ഉദയസൂര്യനെ നോക്കി നിന്നുകൊണ്ട് ആദിത്യ മന്ത്രം ജപിക്കാം. ആദിത്യ മന്ത്രം ഒരു 108 ഒരു നിങ്ങൾ എവിടെയെങ്കിലും ഗുരുവിൽ നിന്നൊരു ദീക്ഷയായിട്ട് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ആദിത്യ മന്ത്രം 108 ഒരു ജപിക്കുക. തീർച്ചയായിട്ടും ശനിയുടെ ഈ ദോഷകാഠിന്യം കുറഞ്ഞോളും. അന്നേ ദിവസം പറ്റുമെങ്കിൽ വ്രതം എടുക്കുന്നതോ അന്നേ ദിവസം കൂടുതൽ വലിയ എന്താ പറയുക ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതെ ഒരു പ്രാർത്ഥനകൾ കൊണ്ട് കഴിച്ചു കൂട്ടുന്നതൊക്കെ നന്നായിരിക്കും. പിന്നെ ഞായറാഴ്ച ദിവസം പൊതുവെ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. എങ്കിലും പറ്റുന്നത്ര രീതിയിൽ ഒരു സാത്വികമായ ഭക്ഷണ രീതി അനുവർത്തിക്കുന്നത്, ഈ ഉദയസൂര്യനെ നോക്കി ആദിത്യ സ്തോത്രം ജപിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ അസ്തമന സമയത്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒരു പ്രാർത്ഥന നാമജപം കൈവരിക്കുക. അസ്തമന സമയത്ത് നെയ്വിളക്ക് കൊളുത്തി അതിന് മുന്നിലിരുന്നിട്ട് ഒരു നാമജപമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷമൊന്നും നമ്മളെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ശനി ഗുണദോഷ സമ്മിശ്രങ്ങൾ തന്നെയാണ് കൊണ്ടുതരുന്നത്. 7.5 ശനിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും കാരണവശാൽ തൊഴിൽ ലഭിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തൊഴിലൊക്കെ സ്വന്തമായിട്ടൊരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ തൊഴിലിന് കയറിപ്പറ്റാനൊക്കെ സാധിക്കും. ശമ്പള വർധനവൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുമൊക്കെ സമയം വന്നെത്തുന്നുണ്ട്. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സുകളൊക്കെ വിപുലീകരിക്കാനും സ്വന്തമായിട്ട് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാനും ഒക്കെ നിങ്ങൾക്ക് അവയിൽ നിന്നുള്ള പലവിധ നേട്ടങ്ങളുമൊക്കെ തരപ്പെടുന്നൊരു കാലമാണ്. ബിസിനസ് പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അത് ഒരു രമ്യതയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് കഠിനാധ്വാനവും അഹോരാത്ര പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നല്ലൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ഏത് തലത്തിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു തലത്തിലാണെങ്കിലും സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. വിദേശ ജോലി ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുന്നതോടുകൂടി തന്നെ നിങ്ങളെ കുടുംബാംഗങ്ങളെയും കൂടെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഭർത്താവ് അവിടെ ജോലി ചെയ്തു, ഭാര്യയ്ക്ക് ഇതുവരെ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനോ അവരവിടെ ജോലിയിൽ പ്രവേശിക്കാനോ ഒക്കെയുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്.
അതുപോലെ വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നുണ്ട്. വാഹനം സ്വന്തമായിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാതിരുന്നവർക്ക് ഇപ്പോൾ ഈ സമയത്ത് സ്വന്തമായിട്ടൊരു വാഹനം, അത് ബാങ്ക് ലോൺ ആണെങ്കിൽ പോലും ഒരു വാഹനം വാങ്ങാനൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. ചില സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചില തടസ്സങ്ങൾ നേരിടും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടും എന്നുണ്ടെങ്കിൽ പോലും പൊതുവിൽ ഒരു കുറച്ച് ഗുണങ്ങൾ കൂടിയിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ ശാസ്താ ക്ഷേത്ര ദർശനം തന്നെയാണ് ഇതിനൊരു ഇത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഹനുമാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. ഏതാണോ നിങ്ങൾക്ക് പോയി വരാൻ എളുപ്പമുള്ളത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണെങ്കിലും ശാസ്താ ക്ഷേത്ര ദർശനമാണെങ്കിൽ ശാസ്താ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഹനുമാൻ ചാലീസൊക്കെ പാരായണം ചെയ്യുന്നത്, അത് നിത്യമായിട്ട് പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഉത്തമ പരിഹാരമാണ്. ഹനുമാൻ ചാലീസ് ശനിദോഷത്തിന് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ കറുത്ത പട്ടി വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറുത്ത പട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കറുത്ത പട്ടിക്ക് നെയ്യ് ചേർത്ത, എണ്ണ ചേർത്ത ചപ്പാത്തി ഉണ്ടാക്കി പട്ടിക്ക് ഭക്ഷണമായിട്ട്, നായ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ശനിദോഷം കുറയ്ക്കുന്നതിന് ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ്. അടുത്ത വീട്ടിലെ കറുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, കടി കൊള്ളാൻ നിൽക്കണ്ട ശനിയാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും റോട്ടിലൊക്കെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന കറുത്ത പട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ ഒരു എണ്ണ തേച്ച് 2 ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അതിനിട്ട് കൊടുക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം. അങ്ങനെ ചെയ്യുന്നത് ഒക്കെ വളരെ നിങ്ങളുടെ ശനിദോഷം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. രേവതി നക്ഷത്രം, മീനം രാശിയിൽപ്പെട്ട രേവതി നക്ഷത്രക്കാർക്ക് ഈ ശനി മാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില ഉയർച്ച താഴ്ചകൾ സാമ്പത്തികമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കയറ്റവും ഇറക്കവും ഉള്ള രീതിയിലാണ്. ഒന്നും ഒരു സ്റ്റേബിളായിട്ട് പോകുന്നൊരു കാലയളവല്ല. കുറച്ച് ദോഷങ്ങൾ കുറച്ച് വരുമാനം നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് ഇല്ലാതെയാകാം. അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും ഏറ്റക്കുറച്ചിലുകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ ആ തീരുമാനവും ഉറച്ച തീരുമാനങ്ങളൊക്കെയാണ് നമ്മളെ മുന്നോട്ട് ഈ സമയത്ത് നയിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അലട്ടുന്നതാണ്. എങ്കിലും പല തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ മൂലം നമുക്കതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് നല്ലതുപോലെ കഠിന പരിശ്രമം ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അലസരായിട്ട് വെറുതെ ഇരുന്നാലൊന്നും നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെടില്ല. നല്ലതുപോലെ പരിശ്രമം ചെയ്താൽ മാത്രമേ നമുക്ക് 2 വർഷം കഴിഞ്ഞ് അപ്പുറത്തേക്കെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിൽ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗണ്യമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് അഹോരാത്രം നമ്മൾ പരിശ്രമിക്കണം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉടലെടുക്കുന്നതും അതുമൂലം നിങ്ങൾക്ക് ബിസിനസ്സിലും മറ്റ് കർമ്മരംഗത്തും പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. മെൻ്റൽ സ്ട്രെസ്സ് നല്ലതുപോലെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ആരോഗ്യ മാനസിക പ്രശ്നങ്ങളിൽപ്പെട്ട് പല കാര്യങ്ങളും മാറ്റിവയ്ക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള പല നിരാശയും മടിയും അലസതയും മൂലം പല കാര്യങ്ങളും മാറ്റിവയ്ക്കുന്നത് കൊണ്ട് തന്നെ യഥാസമയത്ത് അത് ചെയ്തു തീർക്കാൻ സാധിക്കാതിരിക്കുന്നതുമാണ്. പരിഹാരമായിട്ട് ശാസ്താക്ഷേത്ര ദർശനം, ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം, മഹാദേവന് കഴിയുന്ന ഉചിതമായ വഴിപാടുകൾ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്താണോ അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് തുളസിമാല, ത്രിമധുരം, കദളിപ്പഴ നേദ്യം ഇവ അർപ്പിക്കുന്നതും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉന്നമനത്തിനായിട്ട് സഹായിക്കുന്നതാണ്.